والدرجة العالية الشريفة وبعثه مقاما محمودا الذي وعدته إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته واسقنا بكأسه وانفعنا بمحبته يا رب العالمين. اللهم ارزقنا متابعته في الأقوال والأفعال والأحوال متابعة الكمال يا ذا الجلال والإكرام. وإلى أرواح أهل الخير كلهم أجمعين وأساتذة وأولياء الله تعالى دفنوا من مشارق الأرض إلى مغاربها وأولياء الذين دفنوا في هذه البقعة وحول هذه البقعة يا رب العالمين، خصوصا إلى حضرة الروح صاحب هذه المقبرة الشريفة. اللهم زد لهم شرفا على شرفهم وعزا على عزهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم احفظ علينا ووالدينا وأساتذتنا وأزواجنا وذرياتنا وإخوتنا وأخواتنا من أعاننا من أحبنا من أوصانا ومن أعان هذا الأمر العظيم من فيوضاتهم. اللهم أمدنا وإياهم بمددهم وانصرنا وإياهم بنصرتهم واحمنا وإياهم بحمايتهم وجعلنا وإياهم في حفظهم وكنفهم يا رب العالمين. وإلى أرواح من ماتوا منا وإلى أرواح المسلمين المدفونين في هذه المحلة أما اللهم اغفر لنا ولهم وجعلنا وإياهم من أهل الجنة ولا تجعلنا ولا إياهم من أهل النار. اللهم بحق القرآن الذي وبحق سيدنا محمد صلى الله عليه وسلم وبحقوق هؤلاء الشرفاء الكرام المذكورين. اللهم اجعل أول هذا الأمر الذي أردناه صلاحا وأوسطه نجاحا وآخره فلاحا. اللهم ارزق لنا في جميع أمورنا لا سيما في أمرنا هذا فرجا ومخرجا من حيث لا نحتسب يا رب العالمين. اللهم ما قضيت لنا من أمرنا هذا فاجعل عاقبته رشدا وصلاحا وفوزا عظيما. وإنك تعلم ما في قلوبنا من الحلال ومن الخير ومن شأن هذا الاجتماع وأنت غني عن التفسير والبيان فاقضها ويسرها مع الراحة لقلوبنا يا رب العالمين. اللهم انصرنا وانصر من أعاننا وانصر من أعان هذا الأمر العظيم. حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. كل الطعام كان حلا لبني إسرائيل إلا ما حرم إسرائيل على نفسه من قبل أن تنزل التوراة. قل فأتوا بالتوراة فاتلوها إن كنتم صادقين. فمن افترى على الله الكذب من بعد ذلك فأولئك هم الظالمون. قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. إن أول بيت وضع للناس
الناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا وما كفر فإن الله غني عن العالمين صدق الله العلي العليم وصدق وبلغ رسوله النبي الكريم السلام عليكم ورحمة الله تعالى وبركاته നന്ദി മാറൂഫ് ചപ്പാരപ്പടവ്. മഹത്തായ ഈ വേദിക്ക്, പ്രൗഢമായ ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നത് കണ്ണൂർ ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ജനകീയനായ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജംഇയ്യത്തുൽ മുഅല്ലിമീന് മാതൃകപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അബ്ദുസമദ് മുട്ടം അവർകളെ സാദരം അധ്യക്ഷന് വേണ്ടി സ്വാഗത ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വാഗത ഭാഷണം വളരെ ഹ്രസ്വമാക്കേണ്ടതുണ്ട്. രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ബഹുമാനനായ അബ്ദുൽ ഖാദർ മൗലവി സാഹിബും PP ബമ്പൻ സാഹിബും വളരെ പെട്ടെന്ന് തന്നെ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ വേദി വിടണമെന്ന് ആദ്യമേ നിർദ്ദേശിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സൗകര്യപ്പെടുമാറാണ് ഞാൻ എൻ്റെ സ്വാഗതം ഇവിടെ പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിൽ എല്ലാ ഇടവിട്ട വർഷങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ മദ്രസകൾക്ക് വേണ്ടിയും ഉസ്താദുമാർക്ക് വേണ്ടിയും നടത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് ഇസ്ലാമിക കലാമേള. ഉപ്പാക്കും മകനും ഉമ്മാക്കും മകൾക്കും ഒന്നായിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ലോകത്തെ ഏതെങ്കിലും ഒരു കളിയുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നടത്തുന്ന ഇസ്ലാമിക കലാമേള മാത്രമാണ്. കണ്ണൂർ ജില്ലയിലെ 14ാമത് ഇസ്ലാമിക കലാമേളക്കാണ് ഇന്ന് രാവിലെ മുതൽ പാലക്കോട് വേദിയായിരിക്കുന്നത്. സാധാരണഗതിയിൽ ജില്ലാ കലാമേളയ്ക്ക് വേണ്ടി നെറുക്ക് വരെ ഞങ്ങൾ കമ്മിറ്റിയിൽ എടുക്കാറുണ്ട്. ഞങ്ങൾക്ക് വേണം എന്ന വല്ലാത്ത വാശി റേഞ്ചും മദ്രസകളും നടത്താറുണ്ട്. എന്നാൽ ഈ മഹലിലെ വളരെയേറെ വർഷക്കാലം, എനിക്ക് തോന്നുന്നു 25 വർഷം കഴിഞ്ഞു, 19 വർഷം കഴിഞ്ഞ് 25ന്റെ പ്രായം കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ ദാരിമി ഉസ്താദ് അവരുടെയും അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും അടുത്ത നേതാവ് നിങ്ങളുടെ മദ്രസയിലെ സദർ ഉസ്താദ് ബഹുമാന നവാസ് ദാരിമി ഉസ്താദിന്റെയും വളരെ ആഴത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ് നെറുക്കെടുപ്പോ മറ്റോ ഒന്നുമില്ലാതെ പുതിയങ്ങാടി റേഞ്ചിലെ ഈ പാലക്കോട് പ്രദേശത്ത് ഇങ്ങനെ ഒരു കലാമേള നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. സത്യത്തിൽ രാവിലെ വരുന്ന ആളുകളൊക്കെ തന്നെ പാലക്കോട്, ഇപ്പൊ ചമ്പാടുന്നൊക്കെ വന്ന ആളുകൾ ഇവിടെയുണ്ട്. രാവിലെ പുഴയും അതുപോലെ തന്നെ തോടൊക്കെ കടന്ന് ഇവിടെ വരുമ്പോഴേക്കും അവർ പറയാണ്, ഹാവോ ഇങ്ങനെ ഒരു പ്രദേശമുണ്ടല്ലോ എന്ന്. പക്ഷേ പാലക്കോട് ആ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ആവേശമാണ്, വല്ലാത്തൊരു ആവേശമാണ്, പച്ചയുടെ ആവേശമാണ്. പച്ച എന്ന് പറയുന്നത് സ്വർഗത്തിലെ വസ്ത്രത്തിന്റെ അലങ്കാരമാണ് പച്ച. നമ്മൾ പലപ്പോഴും പച്ച അങ്ങനെ വെറുതെ ഇങ്ങനെ നിസ്സാരമാക്കരുത്.
പച്ച സ്വർഗീയ വസ്ത്രത്തിൻ്റെ അലങ്കാരമാണ്. അപ്പോൾ ആ പച്ചപ്പിലേക്ക് വരുമ്പോഴുള്ള ഒരു വല്ലാത്ത ആവേശം, ഗേറ്റ് വരെ പഴയങ്ങാടി എത്തി വിളിക്കുമ്പോൾ വല്ലാതെ പരിഭവമാണ് പറയുക. പക്ഷെ പാലക്കോട് പുഴ, ആ പാലക്കോട് പാലം അങ്ങ് കടന്ന് കിട്ടുമ്പോൾ പിന്നെ ആ പറഞ്ഞതൊക്കെ ആളുകൾ മറക്കാണ്. ഇപ്പോഴും ചമ്പാടിൽ ഉസ്താദും കുട്ടികളും പോയിട്ടില്ല. ഈ ശീതളും ആ കാറ്റിൽ ഏഴിമലയുടെ താഴെ അവർ ഇങ്ങനെ കാത്തു കിടന്നിരിക്കുകയാണ്. എന്തായാലും തുടക്കം വളരെ ഗംഭീരമായിരിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ ആബാലവൃദ്ധൻ ജനങ്ങൾ വരെ ഈ മഹത്തായ പരിപാടി ഏറ്റെടുക്കാൻ സ്വാഗത സംഘ രൂപീകരണം മുതൽ ഇന്ന് വരെ വളരെയേറെ തയ്യാറായിരിക്കുന്നു. ആരോടും ഒന്നും പരിതപിക്കാതെ തന്നെ എല്ലാം കണ്ടറിഞ്ഞുകൊണ്ടാണ് പാലക്കോട്ടെ ജനതതി ഈ പരിപാടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ അവസാനം വരെ നന്നായി വിജയകരമായി യാതൊരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പ്രയാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മൗലവി സാഹിബ് പൂർണ്ണ തോതിൽ ഫോണിലാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ ബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ BJPയുടെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നിജത്തുമായി ബന്ധപ്പെട്ടു. അങ്ങനത്തെ വേണ്ടാത്ത പ്രചരണമൊന്നും വേണ്ടത് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞു. ഒരു ബന്ധം നാളെ ഇല്ല, കൊന്നിട്ടുമില്ല. അതൊക്കെ വെറുതെ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും നമ്മൾ എന്ത് പറഞ്ഞാലും APക്കാർ പ്രചരിപ്പിക്കാന്നാ പറയാ. പക്ഷെ ഇക്കാര്യം അങ്ങനെ പറയുന്നില്ല. ഏതായാലും അങ്ങനൊരു സംഭവം ഏതായാലും ഇല്ല. എല്ലാം റാഹത്തായി വിജയകരമായി സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ആദ്യാവസാനം വരെ അള്ളാഹു നടത്തി തരട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ ചടങ്ങ് നിയന്ത്രിക്കുന്നത് ഞങ്ങളുടെ നായകൻ, ജമിയത്തുൽ മുഅല്ലിമീനെ ജനകീയമാക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈദി അവറുകളാണ്. അദ്ദേഹത്തെ ഈ മഹത്തായ ചടങ്ങിലേക്ക് ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം അരുളുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം വലിയ വരദാനമാണ്. ഉസ്താദുൽ അസാത്തിയത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആരാവണം എന്ന ചർച്ച വന്നപ്പോൾ ആർക്കും ഒരു പേരും പറയാണ്ടില്ല. ഒരേ ഒരു പേരായിരുന്നു, അത് ഷെയ്ഖുന PKP ഉസ്താദാണ്. മഹാനവറുകളാണ് തൻ്റെ പേര് പറയും എന്നറിഞ്ഞപ്പോൾ മറ്റൊരു പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ആരാലും എതിർപ്പില്ലാത്ത ഏറ്റവും അധികം ശിഷ്യ സമ്പത്തുള്ള കണ്ണൂർ ജില്ലാ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷനും വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ പുതിയ മാറ്റങ്ങൾക്ക് നിദാനമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഷെയ്ഖുന PKP ഉസ്താദ് അവറുകളാണ്. അദ്ദേഹം തൊട്ടടുത്ത വീട്ടിൽ നിസ്കരിച്ച് വിശ്രമിക്കുന്നുണ്ട്. ഏതാനും സമയത്തകം ഇവിടെ എത്തിച്ചേരും. മഹാനവറുകളുടെ അഭാവത്തിൽ മഹാനവറുകളെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് മഹാനവറുകൾക്കും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രമുഖനായ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി അവറുകളാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ തന്നെ അദ്ദേഹം സംബന്ധിച്ച് നമ്മോട് അഭിമുഖീകരിക്കും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിപാടിക്കാണ് പ്രാമുഖ്യം. ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കണ്ണൂരിൽ മറ്റൊരു ഉറൂസിൽ പങ്കെടുത്ത് വഅദ് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഏതാനും സമയത്തിനകം എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ മുഖ്യാതിഥി സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ ഞങ്ങളുടെ എല്ലാമായ ഷെയ്ഖുന മാണി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹം നാളെ കാലത്ത് ബഹ്റൈനിലേക്ക് പോവുകയാണ്. എന്നാലും തൃക്കരിപ്പൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആ സമയത്ത് നിങ്ങളുടെ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരിപാടിയിൽ ഞാൻ സംബന്ധിക്കുമെന്ന് വൈകിട്ട് ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ ഘോഷയാത്ര ഇവിടെ അവസാനിച്ചപ്പോൾ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടെത്തിയ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സത്യത്തിൽ തലയിക്കെട്ടുണ്ടെങ്കിൽ മുഷാവറ മെമ്പർ തന്നെ പറയാം, അത്രമാത്രം നമ്മോടൊപ്പം നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട മൗലവി സാഹിബ്. ഞാൻ പലപ്പോഴും സമസ്തയുടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുള്ളത്, മൗലവി സാഹിബ് തൊപ്പിയിട്ടിട്ട് എവിടെയും ഒരു കോട്ടവും വന്നിട്ടില്ല. നമ്മൾ സുന്ന ജമാഅത്തിന്റെ ആളുകളാണ്, മൗലവി സാഹിബിനെയാണ് മാതൃകയാക്കേണ്ടത്. എല്ലാ ഘട്ടത്തിലും ആ തൊപ്പി തലയിലുണ്ടാവും. ഏറ്റവും വലിയ സുന്നത്താണ് അദ്ദേഹം ജീവിതത്തിൽ പകർത്തുന്നത്. വിദ്യാഭ്യാസ ബോർഡിന്റെ മെമ്പറാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടത്തിലും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മൗലവി സാഹിബിന് ഈ തിരക്കിനിടയിലും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതിന് ഞാൻ പ്രത്യേകം കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ബമ്പർ സാഹിബിനെ തങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങൾ ചിരിക്കും. സത്യത്തിൽ തങ്ങൾ കുടുംബക്കാരനാണ് ബഹുമാനപ്പെട്ട ബമ്പർ സാഹിബ്. നമ്മുടെ ചെറുകുന്നലെ മക്കാമിലെ വലിയുമായി കുടുംബബന്ധമുള്ള ആളാണ് ബഹുമാനപ്പെട്ട ബമ്പർ സാഹിബ്. എപ്പോൾ പറയും, ഏത് സമസ്തന്റെ പരിപാടി ഉണ്ടായാലും എന്നൊന്ന് വിളിക്കണേ, ഒരു ആമീൻ കേൾക്കാൻ വേണ്ടിയാണ്, പ്രസംഗിക്കാൻ വേണ്ടിയല്ല. അത്രമാത്രം സമസ്തയുമായി വളരെ ബന്ധമുള്ള ആളാണ് ബഹുമാനപ്പെട്ട ബമ്പർ സാഹിബ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ ട്രഷററാണ്. അദ്ദേഹത്തെയും ഈ മഹത്തായ ചടങ്ങിലേക്ക്
സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനനായ SYSന്റെ മുൻ സംസ്ഥാന ട്രഷറർ സംയുക്ത ജമാഅത്തിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹിമാൻ കല്ലായിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാലത്തായി മൊയ്തുഹാജിയും ഇവിടെ എത്തിച്ചേരും. അവരുടെ അഭാവത്തിൽ അവരെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് അബ്ദുറഹിമാൻ ദാരിമി ഉസ്താദ് അവരുകളെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഖിറാഅത്ത് നിർവഹിച്ച ബഹുമാനപ്പെട്ട മാറൂഫിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാമിയ അസ്അദിയ ഇസ്ലാമിയയുടെ നമ്മുടെ പിരിവ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ തുടങ്ങേണ്ടതുണ്ട്. അതിന്റെ ഉപഹാരം കവറുകൾ ഇവിടെ പുതിയങ്ങാട് റേഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് നിർവഹിക്കുന്നത് ജാമിയ അസ്അദിയയുടെ ജനറൽ സെക്രട്ടറി SK ഹംസ ഹാജി അവരുകളാണ്. അദ്ദേഹം ഉസ്താദിന്റെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന കോൺഗ്രസിന്റെ നേതാവ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, അദ്ദേഹത്തെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ നടന്നു പോകുമ്പോൾ നല്ല അരുവികൾ കാണുമ്പോൾ അവിടെ വിശ്രമിക്കണം എന്ന് തോന്നും. പക്ഷേ ആ അരുവി നല്ലതാണോ മോശമാണോ എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പം ഞങ്ങൾ റോഡ് വക്കിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുമ്പോൾ ഫൈസ് ഉസ്താദ് പറയും അത് മുറുവത്തിന് മോശമാണ്. അവിടെ ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും റോഡ് വക്കിൽ വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ഉസ്താദ് വല്ലാതെ തീർക്കും. അപ്പം നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറയും ഖത്തീബ് ഉസ്താദ്മാർക്കും ഉസ്താദ്മാർക്കും. റഷീദ് ഖവായിയെ സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ അതിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സുന്നത്ത് ജമാഅത്ത് കൈവിട്ട് മറ്റ് ഇടത്തേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്നുകൂടി ഞാൻ ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് ബി ഹംസ ഹാജി അവர்களுം അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കരീം ചേലേരിയും ഈ വേദിയിലേക്ക് എത്തിച്ചേരും. രണ്ടുപേരെയും അവരുടെ അഭാവത്തിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജമിയത്തുൽ ജില്ലാ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ കർമ്മകുശലനായ ജനറൽ സെക്രട്ടറി, ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും ഒരു പ്രവർത്തകനെ പോലെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ആദം മാഷ് അവരുകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികൾ ബഹുമാനായ മുസ്തഫ ഹാജി പുതിയങ്ങാടി, VPP ഹമീദ് സാഹിബ്, CV അബ്ദുൽ ഖാദർ എന്നിവരെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇവിടെ നിശ്ചയിച്ചത് മുതൽ നമ്മോടൊപ്പം ഒരു യുവാവിനെ പോലെ പ്രവർത്തിക്കുന്ന ഈ പാലക്കോട് ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട KCയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും എല്ലാ നിലയിലും നമ്മോടൊപ്പം വർത്തിച്ച SYSന്റെ മുൻ ജില്ലാ ട്രഷറർ കൂടിയായ CK മൂസക്കുഞ്ഞി ഹാജി അവരുകളെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനനായ മുസ്തഫ സാഹിബ് റിയാദ്, അതുപോലെ MP മൊയ്തീൻ ഹാജി, അതുപോലെ ഷുക്കൂർ ഫൈദി, ബഹുമാനനായ ജില്ലാ സെക്രട്ടറി അബ്ദുസലാം ഇരിക്കൂർ, മാടായി റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് അലി ഫൈദി, സുന്നി യുവസംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി, നമ്മുടെ മാടായി റേഞ്ച് ട്രഷറർ ബഹുമാനപ്പെട്ട MV നജീബ് സാഹിബ്, ഇവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്ത മഹാനായ ഷെയ്ഖുന PK ഉസ്താദ് അവറുകൾ വേദിയിലേക്ക് വരികയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയരായ PKP അബ്ദുസലാം ഉസ്താദ്, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ ജമിയത്തുൽ ഉലമയുടെ ആദരണീയരായ പ്രസിഡന്റ് കൂടിയായ നമ്മുടെയൊക്കെ പ്രിയങ്കരായ ഗുരുവര്യർ ശൈഖുന PKP അബ്ദുസലാം ഉസ്താദ് മഹത്തായ ഈ വേദിയിലേക്ക് ആഗതരാവുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുനരായ SK ഹംസ ഹാജി ബഹുനരായ ഉസ്താദിനോടൊപ്പം വേദിയിലേക്ക് കടന്നു വരികയാണ്. സൂപ്പർ സീനിയർ ബുർദ ആലാപന മത്സരത്തിന്റെ രജിസ്ട്രേഷൻ ഓഫീസിൽ ആരംഭിച്ചിരിക്കുകയാണ്. ടീം മാനേജർമാർ അവരുടെ കോഡ് നമ്പർ കൈപ്പറ്റുക.
ബഹുമാനപ്പെട്ട KC അബ്ദുൽ സത്താർ, അതുപോലെ KC മുസ്തഫ തുടങ്ങിയ ഒരു ടീം തന്നെ ഇവിടെയുണ്ട്. അവരൊക്കെ KC അബ്ദുൽ ഖാദർ, അവരൊക്കെ ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കലാമേളയുടെ ജില്ലാ വിംഗ് ചെയർമാൻ ബഹുമാനപ്പെട്ട NM ബഷീർ ഉസ്താദ്, ബഹുമാനപ്പെട്ട അബ്ദുസലാം പെരുമളാബാദ് എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പരീക്ഷാ സെൽ കൺവീനർ മുസ്തഫ കുട്ടിൽ ഉസ്താദ് അവർകളെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKSF-ന്റെ കണ്ണൂർ ജില്ലാ അധ്യക്ഷനും പ്രമുഖ വാഗ്മിയുമായ ബഹുമാനപ്പെട്ട ബഷീർ അസ്അദി ഉസ്താദ് അവർകളെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ജൂറി ചീഫ് ബഹുമാനപ്പെട്ട TK മുഹമ്മദ് മാസ്റ്റർ, അവരെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKSF-ന്റെ വളരെ ക്രാന്തദർശിയായ ട്രഷറർ ബഹുമാനപ്പെട്ട ജുനൈദ് ചാലാട്, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇക്ബാൽ മുട്ടിൽ എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സാദി ഉസ്താദ്, അതുപോലെ ജില്ലാ കമ്മിറ്റി മെമ്പർ ബഹുമാനപ്പെട്ട മജീദ് ദാരിമി, നവാസ് ദാരിമി എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സഹോദരിമാരെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് നിയന്ത്രിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് മാണീർ ഫൈലി അവർകളോട് സാദരം അഭ്യർത്ഥിക്കുന്നു. SKSBV-യുടെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അക്ഷര പറവകൾ കണ്ണൂർ ജില്ലയിൽ വ്യാപിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അഫ്സൽ രാമന്തളിയും വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടികൾ ഈ നിമിഷം മുതൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും വീക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രവാസി സഹോദരങ്ങളാണ്, അടക്കാത്തോടിലെ സഹോദരങ്ങളാണ് ഇതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ സുപ്രഭാതമടക്കമുള്ള പത്രത്തിന്റെ റിപ്പോർട്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്ത് നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ ഈ വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും പ്രായത്തിന്റെ ആവശ്യകതകൾ വകവെക്കാതെ നമ്മോടൊപ്പം ഓടിച്ചാടി നടക്കുന്ന നമ്മളുടെ ആദരണീയരായ മാണിയൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുന PKP ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. മഹത്തായ പ്രൗഢമായ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ബഹുമാന്യരായ നമ്മുടെ ഗുരുവര്യർ, കണ്ണൂർ ജില്ലയിലെ പാണ്ഡിത്യത്തിന്റെ ആത്മീയ മുഖം ബഹുമാന്യരായ PKP ഉസ്താദ് അവർകളെ ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم. الحمد لله وكفى وسلام على عباد الذين اصطفى. ബഹുമാനരായ ഈ സംഗമത്തിന് അധ്യക്ഷനവരുകളെ, സ്റ്റേജിലുള്ള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ നേതാക്കളെ, മറ്റ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നിവിടെ നടക്കുന്നത് എന്ത് വിഷയമാണ് ഞാൻ നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ ഒരു വലിയൊരു സംഘടനയാണത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള ഒരു വലിയ സംഘടനയാണ് ജമിയത്തുൽ മുഅല്ലിമീൻ. കൗൺസിലുണ്ട്, അതിൻ്റെയൊക്കെ നേതൃത്വം നടക്കുന്ന ഒരു സംഘടനയാണ്. സമസ്തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു ശാഖയാണ് ഈ ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. വിദ്യാർത്ഥികൾക്കും പങ്കുണ്ട്, അധ്യാപകന്മാർക്കും പങ്കുണ്ട്, രക്ഷിതാക്കൾക്കും പങ്കുണ്ട്, നേതാക്കൾക്കും പങ്കുണ്ട്. എല്ലാം പങ്കുള്ളൊരു സംഘടനയാണ് ഈ സംഘടന. അതിൻ്റെ ഒരു കലാമേളയാണ് 16ാമത് ജില്ലാ ഇസ്ലാമിയ കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കലാമേള എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എന്ത് കല, ഇവർക്ക് എന്താ കല വന്നിട്ട് ഇസ്ലാമിൽ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവാം. ഇസ്ലാമിൽ കലയുണ്ടോ ഇല്ലയോ? കലയില്ലാത്ത കലയുണ്ടോ എന്നാണ് ഒരു കവി ചോദിച്ചത്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലയുള്ള മതമാണ് ഇസ്ലാം. പക്ഷേ അത് കലയാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടെന്ന് മാത്രം. ഈ ജമിയത്തുൽ മുഅല്ലിമീനാണ് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാത്തിബ് ഒരു കലയാ. റസൂലിന്റെ എഴുത്തുകാരൻ ഒരു കലയാണത്. ആ എഴുത്തിൽ പ്രാവീണ്യമുള്ള, എഴുത്തിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു വ്യക്തിക്കാണ് കാത്തിബുൻ നബി എന്ന് പറയുന്നത്. ഒരു കലയാ. പോട്ടെ, നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു എല്ലാവർക്കും അറിയുന്ന ഒരു മഹാവ്യക്തിയാണല്ലോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. തൻ്റെ ചെറിയ പ്രായത്തിലുള്ള ജീവിതം വളരെ കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു. ഒരാൾ പുറത്തുനിന്ന് കൊണ്ട് ഒരു ലീഗുറാണ്, ഏറ്റവും കറുകരക്കറുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ ശബ്ദത്തെ വെല്ലുവാൻ അന്നുള്ള ഒരു കുട്ടിക്കും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ശബ്ദമുള്ള ഒരാളാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിന്റെ പ്രധാന ഭാഗം നാം മനസ്സിലാക്കണം. ഒരാൾക്ക് എന്ത് കഴിവുണ്ടോ, അയാൾ എത്ര താഴ്ന്നവനാണെങ്കിലും അവനെ ഉയർത്തുന്ന സ്വഭാവമാണ് ഇസ്ലാമിലുള്ളത്. ഈ ബിലാൽ റളിയല്ലാഹു തആല അൻഹു രാവിലെ നടക്കും. ബാ ബിലാലെ വാ, ഒന്ന് പാടും. വണ്ടി എന്നെല്ലാം പാടുന്ന കണ്ടിട്ടില്ലേ പാട്ട്? അതേപോലെ എന്തെങ്കിലും കൊടുത്തിട്ട് കൂടി ഇങ്ങനെ പാടി നടക്കുന്ന ഒരു ഏറ്റവും എളിയനായ ഒരു മനുഷ്യനായിരുന്നു ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൻ്റെ ശബ്ദത്തെ മാറ്റിവെക്കാനുള്ള കഴിവില്ലാത്ത ഒരാളായതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ മക്കത്തെ പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുത്ത്, മദീനത്തെ പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുത്ത്, ബൈത്തുൽ മുഖദ്ദിസിൽ നിന്നും ബാങ്ക് കൊടുത്ത്. മനസ്സിലാക്കണം ഇസ്ലാമിന്റെ കല. ഇസ്ലാം കല എത്രമാത്രം പ്രോത്സാഹിപ്പിക്കും. ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പണിയല്ല. നിങ്ങളത് താഴ്ന്ന പണിയായി കാണാം. ഏറ്റവും ഉയർന്നൊരു പണിയാണ് ബാങ്ക് കൊടുക്കുക എന്നുള്ളത്. അദ്ദേഹം അന്ന് വിവാഹം നടത്തിയത് അബ്ദുറഹ്മാൻ ഔഫ് എന്ന ഏറ്റവും വലിയ മുതലാളിയുടെ പെങ്ങളെയാണ് വിവാഹം കഴിച്ചത്. മനസ്സിലാക്കണം. ഏറ്റവും സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള, ഏറ്റവും എല്ലാവരും അവരെ നിന്ദിക്കപ്പെടുന്ന ഇദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്ത് നമ്മളെ പോലല്ല, ഉള്ളവൻ എന്നുള്ളതല്ല, ഉള്ളവൻ ഇല്ലാത്തവനെ പുതിയാപ്പിളായി എടുത്തുകൊണ്ട് ആ കുടുംബത്തെ ഉയർത്തണം. അങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ പേരുള്ള ഒരാളായി മാറിയത്. അപ്പോൾ കലയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീൻ ഇപ്പോൾ 14ാമത് ജില്ലാ കലാമേളയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വിജയിച്ചവർക്കെല്ലാം സമ്മാനം കൊടുക്കുകയും മറ്റും നടക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ സമസ്തയൊന്ന് മനസ്സിലാക്കണം. സമസ്ത എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് സമസ്തയെപ്പറ്റി ഞാൻ അന്ന് പറഞ്ഞുതരാം. 1947 ഇവിടെ കേരളത്തിൽ മദ്രാസ് ഗവൺമെൻറ് ഒരു ബില്ല് കൊണ്ടുവന്നു. എന്താ ബില്ല്? അന്ന് ആ കാലഘട്ടത്ത് പ്രത്യേകം മദ്രസ ഇല്ലായിരുന്നു. ഞാനൊക്കെ പഠിച്ചത് സ്കൂളിൽ നിന്നാണ് മദ്രസ പഠിച്ചത്. മാഷ് വരുമ്പോൾ വടിയിലെടുത്ത് അങ്ങോട്ട് നീക്കി വെക്കും. മാഷ് വരുമ്പോൾ അങ്ങ് പോവും. അപ്പം മാഷ സൗകര്യത്തിന് ഉള്ള ഒരു സ്ഥാപനമാണ് അന്ന്. മദ്രസയിൽ നിന്നാണ് ഞാൻ മദ്രസ പഠിച്ചത്. വളരെ കണ്ട് വിഷമാണത്. കാരണം നമ്മളെ മുഅല്ലിമീങ്ങളെ വടിയുണ്ടാകും, അതൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കണം. മാഷ് പുറത്ത് നിൽക്കുന്നതിന് മുമ്പ് തന്നെ സീറ്റ് ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ടാണ് അന്ന് മദ്രസ പഠിച്ചത്. അത് പാടില്ലെന്ന് മദ്രാസ് ഗവൺമെന്റ് പാസ്സാക്കിയപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, കേരളത്തിലുള്ള തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഇറങ്ങിയില്ലേ? സമുദായം
സമുദായം വളരെ കണ്ട് ശബ്ദത്തോടെ നീങ്ങിയത് കൊണ്ട് ഇന്ന് നോക്കും നിങ്ങൾ, കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇന്ന് ഞങ്ങൾ 9688 മദ്രസയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. അതുപോലെ ഒരുപാട് ആൾക്ക് മദ്രസയുണ്ട്. നിങ്ങൾക്ക് മംഗലാപുരത്ത് വരുമ്പോൾ ചില ബിൽഡിംഗ് കാണാം, അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ. അവ സമുദായം സടകുടഞ്ഞ് എഴുന്നേറ്റാണ് അന്ന് ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളും ബഹുമാനപ്പെട്ട ജമിയത്തുലമായുമാണ് നേതൃത്വം വഹിച്ചുകൊണ്ടാണ് ഇവിടെ സ്ഥാപനം ഉണ്ടാക്കിയ കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുലമായുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങണം. അതിൻ്റെ എതിരിൽ പലരും ഇവിടെ വരുമെന്ന കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നേരത്തെ വന്ന പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു, അന്നിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു തആല ഇതവനൊരു പൊരുത്തപ്പെട്ട ഒരമലാക്കി തീർക്കട്ടെ. ഈ സംഘടനയെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. മരിക്കുന്നവരെ ദർശെടുത്താനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ആയത്ത് കൊണ്ട് ഈ മഹാസമ്മേളനം ഉദ്ഘാടനമായി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. മഹത്തായ ഈ പരിപാടിയിൽ ഉദ്ഘാടന ഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ച, പ്രായത്തിന്റെ ആവശ്യകതകൾ വകവെക്കാതെ നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ആദരണീയരായ ശൈഖുന PKP ഉസ്താദ് അവർക്ക് ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അല്ലാഹു തആല ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലാപനത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ടീം മാനേജർമാർ എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തി അവരുടെ ചാൻസ് നമ്പർ കരസ്ഥമാക്കണമെന്ന് അറിയിക്കുന്നു. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ജാമിയ അസ്അദിയ ഇസ്ലാമിയ പാപ്പിനിശ്ശേരി. ഒരുപക്ഷെ കേരളത്തിന് തന്നെ സമന്വയ വിദ്യാഭ്യാസം എന്ന ആശയം സംഭാവന ചെയ്തത് ബഹുമാനപ്പെട്ട ശൈഖുന അവർകളാണ്. അദ്ദേഹം ലളിതമായ ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ: എൻ്റെ മക്കൾ നാളെ പ്ലെയിനിൽ കയറി ഏതെങ്കിലും ഫോം കിട്ടിയാൽ അത് ഇംഗ്ലീഷിലാണ്, അത് പൂരിപ്പിക്കാൻ വേണ്ടി ആ ഫോമും പെന്നും അന്വേഷിച്ച് നടക്കുന്ന ഒരു ഗതികേട് എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് എന്ന് മനസ്സ് തട്ടിക്കൊണ്ടാണ് അദ്ദേഹം ജാമിയ അസ്അദിക്ക് തുടക്കം കുറിച്ചത്. ഒരുപാട് ആളുകൾ അന്നേരം പറഞ്ഞിരുന്നു, നടക്കോ രണ്ടും നടക്കോ എന്ന് ചോദിച്ചു. ഉസ്താദിന് അഭിമാനത്തോടു കൂടി പറയാം, ജാമിയ അസ്അദിയിലെ ഏറ്റവും വലിയ സന്തതിയാണ് എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന. പ്രസംഗം കൊണ്ടും എഴുത്തുകൊണ്ടും കാലികമായ എല്ലാ വിഷയങ്ങളും ഇന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ജാമിയ അസ്അദിയയുടെ സന്തതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ, ഈ കോളേജിനെ അകമഴിഞ്ഞ് സഹായിക്കേണ്ടത് നമ്മുടെ ഒക്കെ ദൗത്യമാണ്. വേറെ പറയത്തക്ക യാതൊരു വരുമാനവും ഈ കോളേജിനില്ല. ഷെയ്ഖുനാന്റെ ആ നേതൃത്വമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ പ്രവർത്തക സമിതിയിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്: ഓരോ ആളുകളും ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വേണ്ട പരിശ്രമം ചെയ്യുക. അതിന് ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട ശൈഖുന തന്നെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ മാടായി റേഞ്ചിലെ 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഒന്ന് മാടായി റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട MP മൊയ്തീൻ ഹാജി, ഏത് കാര്യത്തിലും എന്തിനു പറഞ്ഞാലും ഇല്ല എന്ന് പറയാതെ മുന്നോട്ട് വരുന്ന MP മൊയ്തീൻ ഹാജി അവർ 10,000 രൂപ ശൈഖുനാന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ജില്ലയിലെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അത് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട MP മൊയ്തീൻ ഹാജി അവരുടെയും ഏറ്റുവാങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുന അവരുടെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വലിയ ഉദ്യമമാണ്. 100 കുട്ടികളാണ് പഠിക്കുന്നത്. എല്ലാ കുട്ടികളെയും നമ്മൾ ഏറ്റെടുക്കണം. ജാരിയായ സദക്കയാണ്. നമുക്ക് നിരന്തരം ഖബറിൽ ഗുണം കിട്ടുന്ന ഒരു സദക്കയാണ്. കൂടുതലൊന്നും പറയാതെ തന്നെ എന്താണ് മൊയ്തീൻ ഹാജിക്ക ചെയ്യുന്നത് ചോദിച്ചപ്പോൾ തൊട്ടടുത്ത കസേരയിൽ ഇരുന്ന ബഹുമാനപ്പെട്ട ബിലാൽ മുസ്തഫ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, മുട്ടത്തിലാണ്. അദ്ദേഹത്തിന് അള്ളാഹു അഭിവൃദ്ധികൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്നുകൂടിയുണ്ട്. ബിലാൽ മുസ്തഫ അദ്ദേഹവും
മൊയ്തീൻ ഹാജിക്കാരുടെ നാട്ടിൽ തന്നെയാണ്, മുട്ടത്താണ് വീടെടുത്ത് താമസിക്കുന്നത്. അദ്ദേഹവും ഒരു കുട്ടിയുടെ, എൻ്റെ നാട്ടിലാണ്, ഒരു കുട്ടിയുടെ 10,000 രൂപ ഷെയ്ഖുന അവറുകളെ ഏൽപ്പിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ബന്ധപ്പെടാം, പരമാവധി ചെയ്യാം. ജാരിയായ സദക്കയാണ്, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ആമീൻ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആമീൻ ആമീൻ. പ്രതി 2 കവറുകൾ കൊടുത്ത് കണ്ടപ്പോൾ വളരെ പരിമിതമായ ഒരു വ്യക്തി ഖത്തീബ് ഉസ്താദ് മുഖേന 1000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അതേ ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ് ജാമിഅ അസ്സയുടെ ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. നിങ്ങൾക്കൊക്കെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ മൂപ്പറുമായി ബന്ധപ്പെട്ട്, ഉസ്താദുമായി ബന്ധപ്പെട്ട് ആ കാര്യം നിർവഹിക്കണം എന്നറിയിക്കുന്നു. എല്ലാ വർഷവും വിദ്യാർത്ഥികൾ മുഖേന ജമിയത്തുൽ മുഅല്ലിമീൻ സ്വരൂപിക്കുന്ന ധനമാണ് ജാമിഅ അസ്അദിയയുടെ വിജയകരമായ നടത്തിപ്പിന് നിദാനം. ഈ വർഷത്തെ പിരിവ് ഇൻഷാ അല്ലാഹ് വെക്കേഷന് മുമ്പായി പൂർത്തിയാക്കണം എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഓരോ കുട്ടിയുടെ കൈവശവും ഒരു കവർ കൊടുത്തയക്കാറാണ് പതിവ്. ആ കവറിൻ്റെ അകത്ത് എന്താണ് ഈ കോളേജിൽ നടക്കുന്നത് എന്നത് അതിനകത്തുണ്ട്. ഒരു കുട്ടിയെ വേണമെങ്കിൽ ദത്തെടുക്കാം, ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്താണോ അതെങ്കിലും ആ കവറിലിട്ട് അയച്ചാൽ ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും ജാമിഅ അസ്അദിയിൽ വെച്ച് സാദാത്യങ്ങൾ പങ്കെടുക്കുന്ന വലിയ സ്വലാത്തിന്റെ സദസ്സുണ്ട്. ആ സദസ്സിൽ വെച്ച് വലിയ ദുആ മജ്ലിസ് നടക്കും. അവിടെ വെച്ച് നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. ഈ പുതിയങ്ങാടിക്ക് അഭിമാനിക്കാം, കഴിഞ്ഞ വർഷം ജാമിഅ അസ്അദിയുടെ പിരിവിൽ 3ാം സ്ഥാനത്തെത്താൻ പുതിയങ്ങാടിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം അത് മാറ്റിമറിച്ച് 1ാം സ്ഥാനത്ത് തന്നെ എത്താൻ സാധിക്കണം. 2 ലക്ഷമാണ് ഏറ്റവും മികച്ച പിരിവ്. അത് ജാമിഅ അസ്അദി ഉൾക്കൊള്ളുന്ന പാപ്പിനിശ്ശേരി റേഞ്ചാണ്. അവിടെ അതിന്റെ പെരുമളം പെട്ടെന്ന് വീശുമല്ലോ. പക്ഷെ നമ്മളും അതിൽ പിറകോട്ട് പോകരുത്. കൊടുക്കുമ്പോൾ അത് 10ന്റെയും 100ന്റെയും നോട്ടാക്കാതെ ഇപ്പോൾ പുതുതായി വന്ന ഒരു നോട്ടുണ്ടല്ലോ, അത് എത്രൻ്റെന്ന് അറിയില്ലേ? ചിരിക്കുന്നുണ്ട്. എത്രൻ്റെയാണ് പൊതുവായി വന്ന നോട്ട്? അത് ചേഞ്ച് ആക്കാൻ നിൽക്കേണ്ട. അതെല്ലാവരും ഇടുകയാണെങ്കിൽ അൽഹംദുലില്ലാ വളരെ ഉഷാറായിട്ട് നമ്മുടെ കോളേജ് പോകും. വേറെ പിരിവൊന്നും കോളേജിനില്ല. നമ്മൾ കൊടുക്കുന്ന ആ ധർമ്മം മാത്രമാണ്. അതിന്റെ ഔപചാരിക ഉദ്ഘാടനം കോളേജിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട SK ഹംസ ഹാജി അവറുകൾ പുതിയങ്ങാടി റേഞ്ച് ഭാരവാഹികൾക്ക് നൽകി നിർവഹിക്കുന്നു.
മുസ്തഫാജിക്ക അടക്കമുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇവിടെയുണ്ട്. അവരെല്ലാവരും ഒത്തുവന്ന് ഷെയ്ഖുനാൻ്റെ സാന്നിധ്യത്തിൽ ആ കിറ്റ് ഏറ്റുവാങ്ങണം എന്നറിയിക്കുന്നു. ബുർദ ആലാപനത്തിന് രജിസ്ട്രേഷൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അവരുടെ കോഡ് നമ്പർ വാങ്ങുക. രജിസ്റ്റർ കരസ്ഥമാക്കിയ ചാൻസ് നമ്പർ കരസ്ഥമാക്കിയ മാറിപ്പോയി. പുതിയങ്ങാടി റേഞ്ച് രണ്ടാം സ്ഥാനമാണ്. കാരണം അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദും നവാസ് ദാരിമി ഒക്കെ ഷെയ്ഖുനാന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരാണ്. അപ്പോൾ അതൊന്ന് പാലക്കോട് കൂടി ഒന്ന് ശ്രമിച്ചാൽ മുസ്താദിക്കാണ് വാങ്ങിപ്പിച്ച പുതിയങ്ങാടി റേഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത വർഷം 1ാം സ്ഥാനത്തെത്താൻ സാധിക്കും. അത് തോഫിക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇനി ഫലപ്രഖ്യാപനമാണ്. 2 അവാർഡുകൾ ബഹുമാന മൗലവി സാഹിബ് മുഹമ്മദ് സാഹിബ് നൽകി നമ്മുടെ മറ്റ് പരിപാടികൾ ആരംഭിക്കും. ആ ഫലപ്രഖ്യാപിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സമിതിയുടെ ചെയർമാൻ NM ബഷീർ അവരെ ക്ഷണിക്കുന്നു. നിങ്ങളൊക്കെ അവാർഡ് വാങ്ങാൻ തയ്യാറാവുക. ദഫ് ടീമിന്റെ അവാർഡ് ബഹുമാനപ്പെട്ട മൗലവി സാഹിബും സ്കൗട്ടിന്റെ അവാർഡ് ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബും നൽകും. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ഏവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഘോഷയാത്രയെ വർണ്ണശബളമാക്കിയ ദഫിന്റെയും സ്കൗട്ടിന്റെയും ഫലം പ്രഖ്യാപിക്കുക എന്നുള്ള കടമയാണ്. ആ ദൗത്യം മാത്രം നിർവഹിച്ച് ഞാൻ വിടവാങ്ങാം. 9 ടീമുകളാണ് ദഫിന് വേദിയിൽ നമ്മുടെ റാലിയിൽ അണിനിരന്നത്. റിഫായിയ വെങ്ങര, യാസീൻ പള്ളി പുതിയങ്ങാടി, റഹ്മാനിയ മുട്ടം, ചെറുതാഴം മദർസ, രാമന്തളി മദർസ, പാലത്തറ മദർസ, കാങ്കോൽ മദർസ, എട്ടിക്കുളം മദർസ, പാലക്കോട് മദർസ. ഇതിൽ അവരുടെ പോയിന്റും ഗ്രേഡും ആദ്യം പറയുകയാണ്, ശേഷം റിസൾട്ട് പറയും. 131 പോയിന്റ് വെങ്ങര ബി ഗ്രേഡ്, 169 പോയിന്റ് പുതിയങ്ങാടി എ ഗ്രേഡ്, 126 പോയിന്റ് മുട്ടം ബി ഗ്രേഡ്, 140 പോയിന്റ് ചെറുതാഴം എ ഗ്രേഡ്, 150 പോയിന്റ് രാമന്തളി എ ഗ്രേഡ്, 151 പോയിന്റ് പാലത്തറ എ ഗ്രേഡ്, 130 പോയിന്റ് കാങ്കോൽ ബി ഗ്രേഡ്, 131 പോയിന്റ് പാലക്കോട് ബി ഗ്രേഡ്. ഇതിൽ യാസീൻ പള്ളി പുതിയങ്ങാടി ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. പാലത്തറ മദ്രസ സെക്കൻഡ് എ ഗ്രേഡും രാമന്തളി മദ്രസ തേർഡ് എ ഗ്രേഡും നേടിയിരിക്കുന്നു. സ്കൗട്ടിൽ 6 ടീമുകളാണ് മത്സരിച്ചത്. മുട്ടം ബി ഗ്രേഡ്, വെങ്ങര എ ഗ്രേഡ്, പുതിയങ്ങാടി സെന്റർ എ ഗ്രേഡ്, യാസീൻ പള്ളി പുതിയങ്ങാടി എ ഗ്രേഡ്, രാമന്തളി എ ഗ്രേഡ്, പാലക്കോട് എ ഗ്രേഡ്. ഇതിൽ രാമന്തളി മർക്കൽ ഇസ്ലാം മദ്രസ ഫസ്റ്റ് എ ഗ്രേഡും പുതിയങ്ങാടി സെൻട്രൽ മദ്രസ സെക്കൻഡ് എ ഗ്രേഡും റിഫായിയ വെങ്ങര തേർഡ് എ ഗ്രേഡും കരസ്ഥമാക്കിയിരിക്കുന്നു. അവർക്കുള്ള ദഫിനുള്ള ക്യാഷ് അവാർഡ് നൽകുന്നത് മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട VK അബ്ദുൽ ഖാദർ മൗലവി അവർകളാണ്. ദഫിന്റെ ഫസ്റ്റ് നേടിയ യാസീൻ പള്ളി പുതിയങ്ങാടിയുടെ ടീം അംഗങ്ങളോ ടീം മാനേജറോ വേദിയിൽ വന്ന് അവരുടെ ക്യാഷ് അവാർഡ് കരസ്ഥമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൽ സംബന്ധിച്ച വിദ്യാർത്ഥികൾ വന്നുള്ളൂ. രൂപ ക്യാഷ് അവാർഡാണ് അവർ ഏറ്റുവാങ്ങുന്നത്. വളരെ നിറപ്പകിട്ടാർന്ന പ്രകടനം കാഴ്ചവെച്ച ആ വിദ്യാർത്ഥികളെ ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സെക്കൻഡ് പാലത്തറ മദ്രസ ബഹുമാനപ്പെട്ട മൗലവി അവർകൾ തന്നെ നൽകുകയാണ്. വിദ്യാർത്ഥികൾ സ്റ്റേജിലേക്ക് വരിക. പാലത്തറ മദ്രസ തേർഡ് രാമന്തളി തയ്യാറായി നിൽക്കുക. വിളംബര റാലിയിൽ 2ാം സ്ഥാനം നേടിയ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 3ാം സ്ഥാനം രാമന്തളി മദ്രസ.
കോംപ്ലക്സ് എടുത്ത് ഇത്ര സംഗതി എടുത്ത് എന്ന് എണ്ണിപ്പറയുന്ന ഒരു യുഗത്തില് ജാമിയ സേദിയുടെ പ്രിൻസിപ്പാളായി പ്രവർത്തിക്കുമ്പോൾ കണ്ണൂർ ജില്ലയുടെ വെളിച്ചമായ ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായി നിൽക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന, എൻ്റെ അവസാന ശ്വാസം വരെ ദർസ് നടത്തി മരിക്കാൻ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം എന്നാണ്. അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. മറ്റ് ഭൗതികമായ മറ്റെന്തെങ്കിലും നേട്ടം നേടി മരിക്കണം എന്നല്ല പറഞ്ഞത്. അവസാന ശ്വാസം വരെ ദർസ് നടത്തി വിജ്ഞാനത്തിന്റെ വെളിച്ചം ലോകത്തിന് നൽകി മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അത് തന്നെ നമ്മുടെ ഈ സംഘടനയുടെ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ, സമസ്തയുടെ എല്ലാ വിജയത്തിനും അത് തന്നെയാണ് കാരണം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ജാമിയ അസ്സദിയ അതിന് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് ചടങ്ങുകൾ ഇവിടെ നടത്തി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ നമ്മളല്ലാതെ മറ്റാരാണ് സഹായിക്കേണ്ടത്? ചെറിയ ചെറിയ സഹായങ്ങൾ കൊണ്ട് വലിയ മഹാത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് പാപ്പിൻശ്ശേരിയിലെ ജാമിയ സേദിയ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാന്യനായ മൗലാന PKP ഉസ്താദ് അവർ ആദ്യം പ്രസംഗിച്ച ഒരു കാര്യം, മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായപ്പോൾ കേരളത്തിൽ മതപഠനം സ്കൂളുകളിലായിരുന്നു. അത് അവസാനം അവർ എടുത്തു കളഞ്ഞു. അതൊരു വെല്ലുവിളിയായി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളുടെയും അന്നത്തെ ഉമറാക്കളുടെയും ഉലമാക്കളുടെയും എല്ലാം കഠിന പരിശ്രമത്തിന്റെ ഫലമായി ലോകത്തിന് തന്നെ മാതൃകയായി, ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾക്ക് മാതൃകയായി, ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾക്ക് മാതൃകയായി ഏതാണ്ട് 10,000-ഓളം മദ്രസകൾ എന്ന് പറയുമ്പോൾ ഒരു സമാന്തര ഗവൺമെന്റ് പോലെ, ഗവൺമെന്റ് ശമ്പളം മുടക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴും ഒരു സമാന്തര ഗവൺമെന്റ് പോലെ സമസ്ത മുന്നോട്ട് പോവുകയാണ്. ആ സമസ്തയുടെ നായകനാണ് അഭിവന്ദനായ PKP ഉസ്താദ് അവർ. നമുക്കറിയാം, ഒരുപാട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വാചകങ്ങൾ നിങ്ങൾ ഓർക്കണം, അർത്ഥഗാംഭീര്യമുള്ള വാക്കുകൾ. ഇസ്ലാമിക കല അതൊരു യഥാർത്ഥമായ തനതായ കലയാണ്. ശബ്ദ സൗന്ദര്യം, എഴുത്തിന്റെ സൗന്ദര്യം, അതുപോലെ മറ്റു കാര്യങ്ങളിൽ മറ്റെല്ലാറ്റിലും. ഞാൻ ഇവിടുന്ന് നേരത്തെ അവാർഡ് വാങ്ങിയ കുട്ടികളോട് സംസാരിക്കായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ബുർദ ടീമിലുണ്ട്. ആ കുട്ടിയെ ഞാൻ സ്വകാര്യമായി വിളിച്ച് അവൻ മനോഹരമായി ആ ബുർദയുടെ ഈരടികൾ പാടി. ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളെ കലയുടെ പേരിൽ നടക്കുന്ന കൊലക്ക് നമ്മുടെ കുട്ടികളെ വിടാതെ, കലയുടെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ വിടാതെ, ഇസ്ലാമിക അതുപോലെ അതിരുവിടാത്ത ആ വലിയ ദൗത്യത്തിലേക്ക് നമ്മുടെ പിഞ്ചോമനകളെ പിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീനെയും അതിൻ്റെ എല്ലാ ഘടകങ്ങളെയും, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകന്മാരെയും എല്ലാ മുഅല്ലിമീങ്ങളെയും അഭിവാദനം ചെയ്യുകയാണ്. നിശ്ചയമായും ഈ പാതയിലൂടെ മുന്നോട്ട് പോകാൻ, സത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ സമസ്തക്ക് സാധിക്കും. അതിനെ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിശ്ചയമായും മൗലാന PKP ഉസ്താദിനെ പോലുള്ള ആളുകളാണ് നിസ്വാർത്ഥരായ, നിഷ്കാമരായ, ലോക ഭൗതികതയുടെ പ്രപഞ്ചത്തിൽ ആടി നടക്കുക എന്ന അവസ്ഥാവിശേഷത്തിലല്ല, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന വലിയൊരു നിരയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഉള്ളത് എന്നത് നമുക്കേറെ സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് ആ നിലയിൽ മുന്നോട്ട് പോകാൻ ഈ ചടങ്ങുകൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ അഭിവാദനങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും. സ്കൗട്ട്
മത്സരം റാലിയിൽ നടത്തിയ സ്കൗട്ട് മത്സരത്തിന്റെ സമ്മാനദാനം ക്യാഷ് അവാർഡ് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ആദരണീയരായ ട്രഷറർ ബഹുമാന്യരായ ബമ്പൻ സാഹിബ് അവർകൾ നിർവഹിക്കുന്നു. ഒന്നാം സ്ഥാനം നേടിയ രാമന്തളി മർക്കൽ ഇസ്ലാം മദ്രസ ടീം മാനേജറോ വിദ്യാർത്ഥികളോ സ്റ്റേജിലേക്ക് വരിക. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. രണ്ടാം സ്ഥാനം പുതിയങ്ങാടി സെന്റർ മദ്രസ. പെട്ടെന്ന് വിദ്യാർത്ഥികൾ വേദിയിലേക്ക് വരിക. മൂന്നാം സ്ഥാനം റിഫായിയ വെങ്ങര. വിദ്യാർത്ഥികൾ വേദിയുടെ സമീപത്ത് എത്തിച്ചേരുക. പുതിയങ്ങാടി സെന്റർ മദ്രസ സ്കൗട്ട് പ്രദർശനത്തിൽ രണ്ടാം സ്ഥാനം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മൂന്നാം സ്ഥാനം റിഫായിയ വെങ്ങര. അല്ലാഹു അക്ബർ. ഈ വേദിയെ ബഹുമാനപ്പെട്ട ബമ്പൻ സാഹിബ് അഭിമുഖീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൗലവി സാഹിബ് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. 160 കോടിയോളം ജനസംഖ്യയുള്ള ഒരു സമുദായമാണ് പരിശുദ്ധമായ മുസ്ലിം സമുദായം ഭൂലോകത്ത്. ആ സമുദായത്തെ നേരായ മാർഗത്തിൽ നയിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഭൂലോകത്ത്, കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന മഹാനായ ഷേഖുന ഉസ്താദിൻ്റെ സമീപത്ത് നിന്ന് പ്രസംഗിക്കുന്നത് ഒരു അനാദരവായി ഞാൻ കണക്കാക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ്, ഞാൻ പ്രസംഗം കഴിഞ്ഞാൽ ഒന്ന് ദ്വാരക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച രാവാണ്. കലയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് തന്നെയാണ്. കല 2 തരമുണ്ട്. അള്ളാഹുവിൻ്റെ മറക്കുന്ന കലയും അള്ളാഹുവിൻ്റെ സ്മരണയെ ഉത്തേജിപ്പിക്കുന്ന കലയും. മഹാനായ ഉജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഇയാമുൽ ഉദ്ദീൽ കലയെക്കുറിച്ച് തന്നെ ഒരു 2 അധ്യായമുണ്ട്. അതിൽ എന്താണ് ഇസ്ലാമിക കല എന്ന് വളരെ വിശദമായി മലയാളത്തിൽ തന്നെ വിശദീകരിച്ചതുകൊണ്ട് കുറേ ഭാഗം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കല എന്ന് പറയുന്നത് ആഭാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും പ്രേരക ശക്തിയായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ കല അള്ളാഹുവിനോടുള്ള സ്നേഹത്തെയും പ്രവാചകന്മാരോടും സഹാബാക്കളോടുമുള്ള കൂറിനെയും പുലർത്തുന്ന ഒരു കലയായി മാറാൻ ഈ കലക്ക് സാധിക്കും. അതിന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രാർത്ഥനയെ നമുക്കും പങ്കുകൊള്ളണം എന്നുള്ളതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഉസ്താദ് ദ്വാരക്കണം. ഉസ്താദിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ എല്ലാ മഹാരഥന്മാരായ ആളുകളും നമ്മളെ വേർപെട്ട് പോയി. കണ്യസ്, കോട്ടുമല, ചാപ്പനങ്ങാടി, വടകര മമതാജ്, അന്തൂർപ്പാപ്പ, CM വടവൂർ, വെളിയങ്കോട്ടുമ്പറക്കാട് മുതൽ വലിയ വലിയ ആളുകൾ പോയി. അതുകൊണ്ട് തന്നെ ഈ ഉള്ള ഒരു നിരയിൽ മുന്നിട്ട് നിൽക്കുന്ന മഹാനിഷ്കളങ്കനായ തേജസ്വിയായ ഈ ബഹുമാനപ്പെട്ട ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. അദ്ദേഹം നമ്മളെ നയിക്കാൻ അള്ളാഹ് പ്രാപ്തി നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ ദുആക്ക് അപേക്ഷിക്കുന്നു. ആദരണീയരായ SK ഹംസ ഹാജി സാഹിബ് മഹത്തായ ഈ വേദിയെ അഭിമുഖീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അബ്ദുൽ ഫൈസി ഉസ്താദ് അവர்களே, ബഹുമാനപ്പെട്ട ഷേഖുന PK ഉസ്താദ് അവர்களே, സ്റ്റേജിൽ ഉപസ്ഥിതരായ ബഹുമാനപ്പെട്ട മൗലവി സാഹിബ്, ബമ്പൻ സാഹിബ്, ഈ ജംഇയ്യത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കളെ, വിദ്യാർത്ഥികളെ, ഏറ്റവും നമ്മുടെ സമുദായത്തിന് വേണ്ടി
സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കലാമേള നടത്തി ജമിഅത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വളരെ ആത്മാർത്ഥയോടെ പ്രവർത്തിച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഈ കലയോടുകൂടി അവസാനിക്കാതെ ഇനിയും നിങ്ങൾ നമ്മുടെ വാസന കലാവാസന എന്താണെന്നുള്ളത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പ്രകടിപ്പിച്ച് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സ്റ്റേറ്റിൽ തന്നെ ജില്ലാ നേതൃത്വത്തിൽ പോയി സ്റ്റേറ്റിൽ തന്നെ അവാർഡ് വാങ്ങാൻ ഈ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹത്തായ ഈ വേദിക്ക് കണ്ണൂർ ജില്ലാ DCC ജനറൽ സെക്രട്ടറി ബഹുമാന്യരായ അഡ്വക്കേറ്റ് റഷീദ് കവായി ആശംസ അർപ്പിക്കുന്നു. ഞാനേറെ ബഹുമാനിക്കുന്ന കേരളത്തിലെ വലിയ പണ്ഡിതന്മാരുള്ള ഈ വേദിയിൽ ഒരു പ്രസംഗം നടത്തുന്നത് ഒരാളാണ് ഞാൻ. ഏതായാലും ഈ ഇസ്ലാമിക കലാമേള നേരത്തെ സൂചിപ്പിച്ചതുപോലെ റബ്ബുമായി അടുക്കാനുള്ള ഒരു വലിയ ഉപാധിയായി ഇതിനെ മാറ്റണം. നമ്മുടെ മതത്തെ വാണിജ്യവൽക്കരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്ന് വിഭിന്നമായി എന്നും പാവപ്പെട്ട ഈ സമുദായത്തിന് വേണ്ടി നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെക്കുന്ന മഹാപണ്ഡിതന്മാർക്ക് അഭിവാദ്യം നേരുന്നു. അതോടൊപ്പം ഈ കലാമേളക്ക് കണ്ണൂർ ജില്ലാ ജമിഅത്തുൽ ഉലമ മുഅല്ലിമിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കലാമേളക്ക് 1000 അഭിനന്ദനങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേരുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب സംസ്കാരത്തിലൂടെ വളർന്നു പോകാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഭൗതിക ചിന്തകളിലും കുട്ടി ലയിച്ചു പോകാതെ കണ്ട് ഇസ്ലാമിൻ്റെ ചിന്തയിലൂടെ വന്നു വരാനുള്ള തൗഫീക്ക് നീ കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു തആല ജമാഅത്തിന് വേണ്ടി തൽക്കാലം പരിപാടി നിർത്തിവെച്ചിരിക്കുന്നു. എല്ലാവരും പള്ളിയിൽ നിന്ന് പെട്ടെന്ന് നിസ്കരിക്കുക. ശേഷം 2 പ്രൗഢോജന പ്രഭാഷകരുണ്ട്. ഒന്ന് ഷുക്കൂർ ഫലി, മറ്റൊന്ന് ബഷീർ അസ്അദിയുമാണ്. നിസ്കാരം കഴിഞ്ഞ ഉടൻ പരിപാടി തുടരും. തുടർന്ന് ബുർദ മദ്രസ ഉണ്ടാകും. ബുർദ മദ്രസ മത്സരത്തിന് വന്നവർ എത്രയും പെട്ടെന്ന് ബഷീർ പുളിങ്ങവുമായി ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്ത് കോഡ് നമ്പർ സ്വീകരിക്കേണ്ടതാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി തുടരുകയാണ്. محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, പ്രിയപ്പെട്ട ഉമറാക്കളെ, സമസ്തയുടെയും പോഷക സംഘടനകളുടെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കണ്ണൂർ ജില്ലാ ഇസ്ലാമിക കലാമേളയുടെ ഉദ്ഘാടന വേദിയിലാണ് നമ്മളുള്ളത്. ഇങ്ങനെ ഒത്തുചേരാൻ വലിയൊരു സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട PKP ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഇസ്ലാം കലകൾക്ക് നൽകിയതായ സ്ഥാനം, അതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയിട്ടുള്ളതായ ഈ കലാവാസനകളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാൻ, വളർത്തിക്കൊണ്ടുവരാൻ, പരിപോഷിപ്പിച്ചു കൊണ്ടുവരാൻ ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് കൊടുത്തതായ നിർദ്ദേശങ്ങളും ലോകത്തിന്റെ അനുഗ്രഹീതന്റെ ആ സച്ചരിതരായ സ്വഹാബ പരിശുദ്ധമായ ഇസ്ലാമിക ദഅവത്തിന്റെ മേഖലകളിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ആ കഠിനാധ്വാനം, പരിശുദ്ധമായ ദീനി ദഅവത്തിന്റെ മേഖലയുടെ അവരുടെ പരിശ്രമം, എന്തിനേറെ നമ്മുടെ ഈ പള്ളിയുടെ മുറ്റത്ത് പോലും മറവിട്ട് കിടക്കുന്ന മഹത്തുക്കളൊക്കെ അവരുടെ പരിശുദ്ധമായ കാലയളവിൽ ജീവിതത്തിൽ പരിശുദ്ധമായ ദീനിന് വേണ്ടി ചെയ്തതായ സേവനങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു നോക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഒരു ബാധ്യതയാണ് വരും തലമുറയിൽ പരിശുദ്ധമായ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയുള്ള കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിക ദഅവത്തിന്റെ ദായികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഈ പാലക്കോട് പ്രദേശത്തുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, കണ്ണൂർ ജില്ലാ ഇസ്ലാമിക കലാമേള ഇന്നും നാളെയും മറ്റന്നാളുമായി ഇവിടെ നടക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പിഞ്ചോമന മക്കളുടെ ആ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ കാണിക്കുന്നതായ, നിങ്ങൾ ചെയ്യുന്നതായ ഈ സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ വരുന്ന പ്രവർത്തകരെ സ്വീകരിക്കാൻ നിങ്ങൾ കാണിക്കുന്നതായ ഈ എന്തെന്നില്ലാത്ത നല്ല മനസ്സുകളും തീർച്ചയായും നാളെ ആഖിറത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ പറ്റിയതായ നല്ല മക്കളെയാണ് തീർച്ചയായും ഇതുപോലുള്ള വേദികളിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരുന്നത്. തികച്ചും പരിശുദ്ധമായ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഉപകരിക്കുന്നതായ മക്കളെ, നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ നല്ല മേഖലയിലേക്ക് തിരിച്ചുവിടാൻ, പരിശുദ്ധമായ ഇസ്ലാമിന് ഉപകരിക്കുന്ന രീതിയിലേക്ക് തിരിച്ചുവിടാൻ തീർച്ചയായും ഇതുപോലുള്ള വേദികൾ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കഴിവുകളുള്ള മക്കളുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ആ കഴിവുകൾ ഉപകാരപ്പെടാൻ, ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഇതുപോലുള്ള കലാമേളകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ.
നമുക്കറിയാലോ, ഏത് മനുഷ്യന്റെയും മനസ്സുകളെ, ആ മനസ്സിനെ കീഴടക്കാൻ, ആ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തീർച്ചയായും പ്രഭാഷണം കൊണ്ട് സാധിക്കുമെന്ന് ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഇന്നലിൽ ബയാനിൽ സിഹ്റ, തീർച്ചയായും പ്രസംഗത്തിന് ഒരു സ്മാസ്മരിക ശക്തിയുണ്ട് എന്ന് ലോകത്തിന്റെ അനുഗ്രഹീതൻ, ലോകത്തിന്റെ അനുഗ്രഹീതന്റെ തല അരിഞ്ഞെടുക്കുവാൻ വേണ്ടി പുറപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട സയ്യിദന ഉമറുൽ ഫാറൂഖിന്റെ ധീരതയും, ഉമറുൽ ഫാറൂഖിന്റെ കരുത്തും, ഉമറുൽ ഫാറൂഖിന്റെ ആ ശക്തിയും, അതോടൊപ്പം തന്നെ ഉമറിന്റെ ധീരമായ ആ ശബ്ദവും ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ശത്രുസേനയിൽ നിന്ന് ഉയർന്ന ശബ്ദത്തോടു കൂടി പറഞ്ഞത്, ഞാൻ ഇന്ന് പുറപ്പെടുന്നത് എന്റെ ഈ വാളിന്റെ മുകളിൽ മുഹമ്മദിന്റെ തല അരിഞ്ഞു കൊണ്ടുവരാനാണെന്ന് പറഞ്ഞ് ഉമർ പുറപ്പെട്ടപ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ മാറ്റിയെടുത്തത് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ചെഞ്ചുണ്ടിൽ നിന്ന് നിർഗളിച്ച ത്വാഹ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട ഉമർ ലോകത്തിന്റെ അനുഗ്രഹീതന്റെ തല കൊഴിച്ചെടുക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ആ സഹോദരിയുടെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് ശബ്ദം കേട്ട നാട്ടുകാർ ഉമറിനോട് പറഞ്ഞല്ലോ, ഉമറെ, നീ എന്തൊരു വിഡ്ഢിത്തമാണ് കാട്ടിക്കൂട്ടുന്നത്, നീ എന്താണ് ചെയ്യുന്നത് ഉമറെ, കുടുംബത്തെ നന്നാക്കിയിട്ട് പോരെ ഉമറെ, നാട്ടുകാരെ നന്നാക്കാൻ എന്ന് പറഞ്ഞപ്പോ ഉമർ ആ വീട്ടിലേക്ക് പോയി സഹോദരിയോട് ചോദിക്കുന്നു, സഹോദരിയോട് ആവശ്യപ്പെടുന്നു. സഹോദരിയോട് കാര്യം തികയാൻ വേണ്ടി പോയപ്പോ സഹോദരിയുടെ ആ ചുണ്ടിൽ നിന്ന് നിർഗളിച്ച ത്വാഹ എന്ന് പറയുന്ന ആ വചനം കേട്ട് ഉമറിന്റെ മനസ്സ് പതറുകയാണ്. ഉമറിന്റെ മനസ്സൊന്ന് ചിന്തയിലേക്ക് പോവുകയാണ്. അവസാനം സയ്യിദ്ന ഉമർ അവിടുന്ന് പറയുന്നു, ആ മഹൽ വ്യക്തിയെ കൊല്ലാൻ തുനിഞ്ഞ ഞാൻ എത്രമേൽ നീചനാണെന്നു നിനക്കവേ, ഹൃദയം വെമ്പിയ സന്നിധി പൂകുവാൻ, പാദങ്ങളിൽ കരയുവാൻ എത്തണം സോദരി എത്രയും വേഗമാ മുത്ത് റസൂലിനരികെ എന്നോതി ഞാൻ. അഥവാ ഉമർ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കിയ ആ ഉമറിനെ സംബന്ധിച്ച്, ആ മനുഷ്യനെ സംബന്ധിച്ച്, മുഹമ്മദിനെ സംബന്ധിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയുകയും എന്നിട്ട് മുഹമ്മദിനെ കുറിച്ച് പഠിക്കുകയും എന്നിട്ട് പരിശുദ്ധമായ ആ ഉമറിന്റെ മനസ്സിൽ എടുക്കാൻ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വചനം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ലോകത്തിന്റെ അനുഗ്രഹീതൻ പറഞ്ഞതുപോലെ ഇന്നലിൽ ബയാനിൽ സിഹ്റ, തീർച്ചയായും പ്രസംഗത്തിന് ഒരു സ്മാസ്മരിക ശക്തിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം തികച്ചും ഈ പരിശുദ്ധമായ ഇസ്ലാമിന് ആവശ്യം നല്ല വാക്കുകളും അതോടൊപ്പം തന്നെ നല്ല തൂലികകളും നല്ല എഴുത്തറിയുന്ന പ്രാപ്തരായ പക്വമതികളായ നല്ല ദായികളെയാണ് ആവശ്യം. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഈ പാലക്കോടുള്ള എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങൾ കാണിച്ച ഈ 3 ദിവസം ഈ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് കടന്നു വരുന്നതായ മക്കളെ സ്വീകരിക്കാൻ, അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോ തീർച്ചയായും നല്ലൊരു മുജാഹിദിനെയാണ്, നല്ലൊരു ദായിയാണ്, നല്ലൊരു പ്രബോധകനെയാണ് നിങ്ങൾ വാർത്തെടുക്കുന്നത്. ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ കാണാം, പരിശുദ്ധമായ ദീനിന് ചെയ്യുന്ന സേവനങ്ങളിൽ, സംഭാവനകളിൽ, നിങ്ങൾ ചെലവഴിക്കുന്ന നിങ്ങളുടെ പരിശ്രമങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിശുദ്ധമായ ദീനിന് വേണ്ടി അഥവാ നല്ല ദായികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിങ്ങൾ ചെലവഴിക്കുന്ന, മുതഅല്ലിമിന് കൊടുക്കുന്ന, പ്രബോധകന് വേണ്ടി ചെലവഴിക്കുന്ന ആ സംഭാവനയാണ് എന്ന് ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട പാലക്കോട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ എല്ലാ നിലയിലും ഈ പരിപാടി ഏറ്റെടുക്കുന്നു എന്ന് ഏറ്റെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നാളെ പടച്ചറപ്പിന്റെ അടുക്കലുള്ള പ്രതിഫലമാണ്. കാരണം ഈ കാലഘട്ടം ദാഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും നമുക്കറിയാലോ, ഇസ്ലാമിനെതിരെ കടന്നു വരുന്നതായ എത്ര എഴുത്തുകളും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള പ്രഭാഷണങ്ങളുമാണ് കടന്നു വരുന്നത്. അക്ഷരങ്ങൾ കൊണ്ടുള്ള വെല്ലുവിളിയാണ് പരിശുദ്ധ ഇസ്ലാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിനെ തടയിടാൻ തീർച്ചയായും വാക്കുകൾ കൊണ്ട് മാത്രമേ, പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രമേ, അക്ഷരങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സച്ചരിതരായ സഹാബത്തിനെ വിളിച്ചു വരുത്തി. അവിടുന്ന് ബദറിന്റെയും ഉഹദിന്റെയും രണാങ്കണത്തിലേക്ക് പുറപ്പെടുമ്പോ ആ സഹാബത്തിനോട് പറഞ്ഞു,
എന്തിനേറെ ബദറിലേക്ക് പുറപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു, സഹാബ നിങ്ങൾക്ക് സന്തോഷിക്കാം, സഹാബ നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദോഷങ്ങൾ പോലും അള്ളാഹു ആദ്യമേ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നല്ല പ്രബോധകരാണ് തീർച്ചയായും ഇതുപോലുള്ള വേദികളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇന്നും നാളെയുമായി പല മേഖലകളിൽ കഴിവുള്ളതായ മക്കളാണ് ഇവിടെ മാറ്റുരക്കുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് നമ്മുടെ ബാധ്യതയാണ്. തീർച്ചയായും ഈ ലോകം നക്ഷരമാണ്, ഇത് നൈമഷികമാണ്, ഇത് സുനികമാണ്. നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ചലനങ്ങളും നമ്മുടെ നിശ്ചലനങ്ങളും എല്ലാ കാര്യങ്ങളും നാളെയുടെ ജീവിതത്തിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ ദൈനംദിനം നമ്മൾ കാണുന്നതായ പ്രയാസങ്ങളും വിഷമങ്ങളും തീർച്ചയായും പരിശുദ്ധമായ ശരീഅത്തിനെ, ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ ഗൂഢമായ ഹീനമായ ശ്രമങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനെ തടയിടാൻ നല്ല പ്രഭാഷകന്മാർ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, സയഅതി സമാനുൻ അലാ ഉമ്മ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരുമെന്ന് ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാലഘട്ടമാണെന്നറിയുമോ? ലാ യരിദിൽ ഖാതിലു ഫീമ ഖതില വലാ യരിദിൽ മഖ്തൂലു ഫീമ ഖുതില. കൊല്ലുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് കൊല്ലുന്നത് എന്ന്. കാസർഗോഡ് ഇതുപോലുള്ള വർണ്ണമനോഹരമായ ഒരു പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് 5 നേരവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്ന അഥവാ ബാങ്ക് മുഴക്കുന്ന മുഅദ്ദിനായ ആ ഉസ്താദിനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കൊല ചെയ്യുന്നത്. അതും രാത്രി സമയത്ത്, കിടന്നുറങ്ങുന്ന സമയത്ത്, ആരാരും അറിയാത്ത രീതിയിൽ ആ പള്ളിയുടെ അകത്തളത്തിലേക്ക് കയറി വന്ന് ഏതോ ഒരു 3 ആളുകൾ, 3 ചെറുപ്പക്കാർ കൊല ചെയ്തതും ആ നിരപരാധിയായ ഒന്നും അറിയാത്ത ആ ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. എന്നിട്ട് ആ നിയമപാലകർ അതിന്റെ കുറ്റവാളികളെ പിടിച്ച് ആ കുറ്റവാളികളോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി എന്താണ്? നമുക്കൊന്നും വേണ്ട, നമുക്ക് ഈ സമുദായത്തിലെ, മുസ്ലിം സമുദായത്തിലെ ആരെയെങ്കിലും ഒരാളെ കൊല്ലണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതാണ്. ഞങ്ങൾക്ക് ആരെയും തന്നെ ഒരു വ്യക്തമായ ഒരു ധാരണ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കിട്ടിയത് ഇയാളെയാണ്, അങ്ങനെ ഞങ്ങൾ കൊല ചെയ്തതാണ് എന്ന് ലോകത്തിന്റെ അനുഗ്രഹീതന്റെ പ്രസക്തമായ ഹദീസാണ്. ലാ യരിദിൽ ഖാതിലു ഫീമ ഖതില. കൊല്ലുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് കൊല്ലുന്നത് എന്ന്. കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന്. അങ്ങനെ ഒരു കാലം ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിലയിലും പ്രതികൂലമായ ഒരവസ്ഥയാണ് നമുക്ക് മുന്നിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ യഥാർത്ഥമായി ഇസ്ലാമിക ദഅവത്ത്, ഇസ്ലാമിന്റെ രീതി എന്താണെന്ന്, ഇസ്ലാമിന്റെ സന്ദേശം എന്താണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിനെ ഒരു വശം എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, ബഹുമാനപ്പെട്ട ശൈഖുന PKP ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഉമറാക്കൾ ആശംസ പ്രസംഗത്തിൽ അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നല്ലതായ പ്രബോധകന്മാർ, നല്ല വ്യക്തിത്വമുള്ള മഹത്തുക്കൾ, നല്ലതായ ദായികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് മഹാരഥന്മാർ അഥവാ അവരുടെ ജീവിത ശൈലി കണ്ട്, അവരുടെ ജീവിത രീതി കണ്ട്, അവരുടെ ജീവിതത്തിന്റെ ആ സമീപനം കണ്ടുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ഇവിടെയുള്ള ഈ കൊച്ചു കേരളത്തിലുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ, ക്രൈസ്തവ സഹോദരന്മാർ പരിശുദ്ധമായ ഇസ്ലാമിനെ അവരിൽ നിന്നാണ് പഠിച്ചത്. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായി അറിയാതെ, ഇസ്ലാമിന്റെ ദഅവത്തിന്റെ മേഖല എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇസ്ലാം ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇസ്ലാം ഒരു തീവ്രവാദത്തിന്റെ, ഒരു ഭീകരവാദത്തിന്റെ ഒരു മതമായി മറ്റുള്ളവർ ചിത്രീകരിക്കുമ്പോൾ ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇതൊരു സ്നേഹത്തിന്റെ മതമാണ് എന്ന്, ഇതൊരു സമാധാനത്തിന്റെ മതമാണ് എന്ന്, ഇതൊരു സന്തോഷത്തിന്റെ മതമാണ് എന്ന്
എല്ലാ നിലയിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇതുപോലുള്ള ഇസ്ലാമിക കലാമേള കൊണ്ട് മാത്രമേ, അഥവാ നല്ല പ്രബോധകരെ വാർത്തെടുത്താൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാലോ, ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശം അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശം അത് സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചത്? പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായത്തിന്റെയും തുടക്കത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ വചനം എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, യഥാർത്ഥമായ ഇസ്ലാമിക ദഅവത്ത് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്, കേരളത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തത് നമ്മുടെ സമസ്തയുടെ പണ്ഡിത മഹത്തുക്കളാണ്. ആയതുകൊണ്ട് നമ്മുടെ വരും തലമുറയുണ്ടല്ലോ, നമ്മുടെ പിഞ്ചോമന മക്കളുണ്ടല്ലോ, ഒരിക്കലും തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ പ്രവർത്തകരായി പോകരുത്. ആ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും ഇസ്ലാമിക യഥാർത്ഥമായ സന്ദേശം മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് SPVയും അതോടൊപ്പം തന്നെ SKSFും സമസ്തയുടെ പ്രവർത്തകരായി യഥാർത്ഥ ദായികളായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. ഇസ്ലാം ഒരിക്കലും തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാലക്കോട് പോലുള്ള ഇതുപോലുള്ള മസ്ജിദുകളിൽ നിന്ന്, നമ്മൾ ഈ കാണുന്ന പള്ളിയിൽ നിന്ന്, ഈ പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് നമ്മൾ 5 നേരം പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധമായ പ്രാർത്ഥന നടത്തുമ്പോ ആ പ്രാർത്ഥന ഏകനായ റബ്ബ്, സർവാധിപതിയായ റബ്ബ് ആ പ്രാർത്ഥന നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധമായ പ്രവാചകൻ പഠിപ്പിച്ചത്, നിന്നെ കൊണ്ട് നിന്റെ അയൽപക്കത്തുള്ളവന് ഒരു നിലക്കും തന്നെ പ്രയാസം ഉണ്ടാകരുത്. അയൽപക്കത്തുള്ളവനെ പ്രയാസപ്പെടുത്തി അവനെ ദ്രോഹിച്ച് അവനെ കഷ്ടപ്പെടുത്തി നീ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിൽ എന്തർത്ഥമാണ് എന്ന് ലോകത്തിന്റെ അനുഗ്രഹീതൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനക്കാരോട്, അങ്ങനെയുള്ള നമസ്കാരക്കാരോട്, അങ്ങനെയുള്ള ആരാധന നിർവഹിക്കുന്നവരോട് പുണ്യപ്രവാചകൻ കൊടുത്ത താക്കീത് ഫവൈലുൽ മുസല്ലീൻ എന്നാണ്. അഥവാ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് വൈലെന്ന നരകമാണ് എന്ന് ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്, അത് സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ്. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, എന്റെ വാക്കുകൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ ഇടപെടൽ കൊണ്ട് മറ്റുള്ള ഒരാൾക്കും തന്നെ പ്രയാസം ഉണ്ടാകരുത്. അത് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. നിന്റെ പരിസരവാസിയുടെ സമ്മതമില്ലാതെ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ മരിച്ചു, ആ മനുഷ്യന്റെ മയ്യത്തെടുത്ത് ആ ഖബർസ്ഥാനിയിലേക്ക് പോകുമ്പോ ലോകത്തിന്റെ അനുഗ്രഹീതന്റെ പ്രസക്തമായ ഒരു ഹദീസിൽ കാണാം, ആ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ലോകത്തിന്റെ അനുഗ്രഹീതൻ പറയുന്നു, ആ മയ്യത്തിനെ നോക്കി അവന്റെ പരിസരവാസികളായ ആളുകൾ, അവന്റെ അയൽപക്കത്തുള്ള ആളുകൾ, അവന്റെ നാട്ടുകാരായ ആളുകൾ, പാലക്കോട് പ്രദേശത്തെ ഒരു മനുഷ്യൻ മരിച്ച് ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ നാട്ടിലുള്ള 4 ആളുകൾ ആ മനുഷ്യന്റെ നന്മ പറഞ്ഞാൽ ഏകനായ റബ്ബ് പറയുമത്രേ, ഓ മനുഷ്യ, നീ പറയുന്നിടത്തല്ല. അഥവാ ആ മയ്യത്തിനെ നോക്കിയിട്ട്, ആ മനുഷ്യനെ നോക്കിയിട്ട് അത് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോ ഏകനായ റബ്ബ് പറയുമത്രേ, അവന്റെ രഹസ്യങ്ങളിലേക്ക്, അവന്റെ രഹസ്യമായ ജീവിതത്തിലേക്ക് നീ അറിഞ്ഞിട്ടില്ല. അവന്റെ രഹസ്യ സ്വഭാവം, അവന്റെ രഹസ്യമായ ജീവിതം തികച്ചും വളരെ മോശമായ ജീവിതമായിരുന്നു. അവൻ രഹസ്യമായ ജീവിതത്തിൽ ശുദ്ധത പ്രകടിപ്പിക്കാത്തവനായിരുന്നു. പക്ഷേ നീ സാക്ഷി നിൽക്കുമ്പോ വന്നാസു അള്ളാഹുവിന്റെ സാക്ഷികളാണ് ഭൂമി ലോകത്തുള്ള മനുഷ്യരെന്ന് ലോകത്തിന്റെ അനുഗ്രഹീതൻ മുഹമ്മദ് മുസ്തഫ. റബ്ബ് പറയുമത്രേ, 4 ആളുകൾ നിനക്ക് അനുകൂലമായിട്ട് പറയുമ്പോ, ഈ മനുഷ്യൻ അനുകൂലമായിട്ട് പറയുമ്പോ, മാലാഖമാരെ, അവൻ തമ്മാടിയായ മനുഷ്യനാണെങ്കിലും അവനെ പറ്റി അവന്റെ നാട്ടുകാർ, അവന്റെ പരിസരവാസികൾ നല്ലത് പറയുന്നുണ്ട്. അതുകൊണ്ട് അവനക്ക് സ്വർഗീയ ലോകത്തേക്കുള്ള കവാടം അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കൂ എന്ന് മാലാഖമാരെ വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ അനുഗ്രഹീതൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ. ആയതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പാലക്കോടുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വളർന്നു വരുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളെ യഥാർത്ഥമായ ദായികളായി, ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശങ്ങൾ വിളിച്ചറിയിക്കുന്ന മക്കളായി, അതോടൊപ്പം തന്നെ ഇസ്ലാമിനെതിരെ വരുന്നതായ ശക്തമായ വെല്ലുവിളികളെ കൃത്യമായി പക്വതയോടെ മറുപടി പറയാൻ പറ്റുന്ന
പ്രാപ്തരായ മക്കളാക്കി വളർത്തിയെടുക്കാനുള്ള പരിശ്രമമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂർ ജില്ലയുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയുടെ നല്ല കാര്യദർശിയായ ബഹുമാനപ്പെട്ട സമദ് സാഹിബ് അടക്കം പറയാറുണ്ട്, ഈ ജില്ലാ കലാമേള നമ്മൾ പ്രഖ്യാപിച്ചപ്പോ, ജില്ലാ കമ്മിറ്റി ഒന്ന് പ്രഖ്യാപിച്ചപ്പോ അത് ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി, അത് ഏറ്റെടുക്കുവാൻ വേണ്ടി അതെല്ലാ നിലയിലും മനസ്സ് കാണിച്ച ഈ പുതിയങ്ങാടി റേഞ്ചും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും നാളെയും 3 ദിവസക്കാലം ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന ഇവിടെയുള്ളതായ മക്കളെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കാൻ, ആതിഥേയത്വം വഹിക്കാൻ നിങ്ങൾക്കാണ് സാധിച്ചത്. ലോകത്തിന്റെ അനുഗ്രഹീതൻ മക്കത്തിൽ നിന്ന് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോ മദീനയിലേക്ക് പോയപ്പോ ആ പുണ്യനബിയെയും സ്വഹാബത്തിനെയും സ്വീകരിച്ചതായ ആ അൻസാരികളായ ആ സ്വഹാബകളുടെ മഹത്വം പുണ്യനബി പറയുന്നുണ്ട്. അഥവാ പരിശുദ്ധമായ ദീനിന്റെ നല്ലതായ വരും തലമുറയിൽ വരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദായികളെ വളർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഇത്തരം മേഖലകളെ, ഇത്തരം പരിപാടികളെ നിങ്ങൾ ഏറ്റെടുത്തപ്പോ തീർച്ചയായും നിങ്ങൾ ചെയ്തത് പരിശുദ്ധമായ ദീനിനെ ചെയ്യുന്ന ഏറ്റവും വലിയ ഹിദമയാണ്, ഏറ്റവും നല്ല പ്രവർത്തനമാണ്. ഇതിനു വേണ്ടി ഓടി നടന്നവർ ഈ നാട്ടിലുള്ള ഈ ജമാഅത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ പ്രായാധിക്യം മറന്നുകൊണ്ട് അതോടൊപ്പം തന്നെ എല്ലാ നിലയിലുള്ള ജോലികൾ മാറ്റിവെച്ച് ഇവിടെയുള്ള ചെറുപ്പക്കാർ, എനിക്കറിയുന്ന ഒരുപാട് ചോരത്തിളപ്പുള്ള നല്ലതായ ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. ഈ ചെറുപ്പക്കാരും ഇവിടെയുള്ള പ്രിയപ്പെട്ട ഉമ്മമാരും നിങ്ങൾ കാണിക്കുന്നതായ ഈ സേവനം, നിങ്ങൾ കാണിക്കുന്ന ഈ ആതിഥേയത്വം ഒരിക്കലും നഷ്ടമാവുകയില്ല. നാളെ പടച്ചറപ്പിന്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലമായിരിക്കും. അതിനപ്പുറം ഈ ഇവിടെ മത്സരിക്കുന്നതായ വിദ്യാർത്ഥികളുണ്ടല്ലോ, കാൽമുട്ട് വിറക്കാതെ പരിശുദ്ധമായ ദീൻ പറയാൻ പറ്റിയ ഒരു നല്ല ദായികളാണ് വരും കാലഘട്ടത്തിലെ ആ സഹായങ്ങളും ചെയ്തിട്ടുണ്ടാവാം. അല്ലാഹ് الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري العظيم. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ മുന്നിൽ കണ്ടുകൊണ്ടാണ് 3 ദിവസങ്ങളിലായി പാലക്കോട് നടക്കുന്ന ഇസ്ലാമിക കലാമേളയുടെ ആദ്യ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഏകദേശം 10ഓളം ടീം അടങ്ങുന്ന ബുർദ ടീം വളരെ നല്ല രീതിയിൽ മത്സരം നടക്കാനിരിക്കെ ഈ സമയത്ത് വലിയൊരു പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പരിമിതമായ ചില കാര്യങ്ങൾ ഈ വൈകിയ വേളയിൽ നിങ്ങളെ അറിയിക്കുവാനും, എന്തിനാണ് ഇത്തരം കലാമേളകൾ സംഘടിപ്പിക്കുന്നവയെന്നും ആ കലാമേളകളിലൂടെ ലക്ഷ്യം വെക്കുന്നവ എന്താണ് എന്നുമുള്ള തിരിച്ചറിവിന് വേണ്ടി ചില കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം, സംവദിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ പിറകിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യമാണ്. ഏത് ലക്ഷ്യത്തിലേക്കാണ് ഞാൻ മുന്നേറുന്നവയെന്നും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ഏതു മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നും മറ്റുള്ളവരാരും തന്നെ പറഞ്ഞു തരേണ്ടാത്ത രീതിയിൽ നമുക്കെല്ലാം വ്യക്തമായി ബോധ്യപ്പെട്ട അറിയുന്ന കാര്യമാണ്. ആ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് ഗമിക്കുന്നതിലും പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നാം നമ്മോട് സ്വയം ചോദിക്കേണ്ടതാണ്. അത്തരം ചോദ്യങ്ങൾ നാം നമ്മോട് ചോദിക്കുമ്പോൾ
ചിലപ്പോൾ തൃപ്തികരമായ ഉത്തരം നമുക്ക് ലഭിക്കാതെ വന്നേക്കാം. ചിലർക്കെങ്കിലും ആശ്വാസകരമായ കാര്യങ്ങളും ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നേക്കാം. ഈ ലോകത്തേക്ക് അല്ലാഹു നമ്മെ അയക്കുന്ന സമയത്ത് ഒന്നും അറിയാതെയാണ് അല്ലാഹു നമ്മളെ ലോകത്തേക്ക് അയക്കുന്നതെങ്കിലും അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെയാണ് പറയുന്നത്: വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാത്ത രീതിയിലാണ് ലോകത്തേക്ക് എല്ലാ മനുഷ്യനും ജനിച്ചു വീഴുന്നത്. വല്ലാഹു അഖ്റജകും, അല്ലാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും വയറ്റിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ലാ തഅലമൂന ശൈആ, യു ഡോണ്ട് നോ നത്തിങ്, ഒന്നുമില്ല നിനക്ക്, ഒന്നും അറിയാത്ത രീതിയിലാണ്. ഒന്നും അറിയാത്ത രീതിയിൽ അല്ലാഹു നമ്മെ ലോകത്തേക്ക് അയച്ചു. പക്ഷേ ഈ മനുഷ്യന് വളർന്ന് വളർന്നു വന്ന് വലിയവനാവാനുള്ള എല്ലാ സാധ്യതകളെയും അല്ലാഹു ഈ ലോകത്തിന്റെ മുന്നിൽ തന്നിട്ടുണ്ട്. ആകാശത്തിലേക്ക് നോക്കിയാൽ, ഭൂമിയിലേക്ക് നോക്കിയാൽ, ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ, നാം നമ്മിലേക്ക് നോക്കിയാൽ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ, ആധുനികമായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മോഡേൺ സയൻസ് ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ വളർച്ചാ സാധ്യതകളെ കുറിച്ച്, ഒരു വ്യക്തിയുടെ ശക്തി സാധ്യതകളെ കുറിച്ച് മോഡേൺ സയൻസ് ഏകദേശം പറയുന്നു. ഒരു മനുഷ്യന്റെ തലച്ചോറ്, നമ്മുടെയൊക്കെ തലയുടെ ഉള്ളിൽ 100 ബില്യണിലധികം ന്യൂറോണുകളാൽ ഘടിപ്പിക്കപ്പെട്ട തലച്ചോറുള്ള വലിയൊരു വിഭാഗമാകുന്നു മനുഷ്യർ. 100 ബില്യണിലധികം ന്യൂറോണുകളാൽ ഘടിപ്പിക്കപ്പെട്ട വലിയൊരു സംഭരണ ശക്തിയുള്ള തലച്ചോറാണ് നമ്മുടെ തലച്ചോറ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 100 × 100 കോടിയിലധികം ന്യൂറോണുകളാൽ ഘടിപ്പിക്കപ്പെട്ട അസാമാന്യമായ ശക്തിയുള്ള, അസാമാന്യമായ ശുദ്ധിവിശേഷമുള്ള, ശക്തിയുള്ള മനുഷ്യരാകുന്നു ലോകത്തുള്ള എല്ലാ മനുഷ്യരുമെന്ന് മോഡേൺ സയൻസ് പറയുകയാണ്. എന്നാൽ ഈ അപാരമായ കഴിവുകളെയും ശക്തി തിരിച്ചറിയാനും ഫലപ്രദമായി വിനിമയം ചെയ്യാനും വിനിയോഗിക്കാനും പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടപ്പെടുത്തുന്ന, ഏറെ പ്രയാസപ്പെടുത്തുന്ന, ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അള്ളാഹുവിന്റെ ഖലീഫയായിട്ടാണ് ഭൂമി ലോകത്ത് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ നിർമ്മിക്കുന്ന സമയത്ത്, മനുഷ്യനെ ഉണ്ടാക്കുന്ന സമയത്ത് അള്ളാഹു മലായികത്തുകളുമായി ഉള്ള ഒരു മുശാവറ, ഒരു ഡിസ്കഷൻ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലയോ മലായികത്തുകളെ, അല്ലയോ മലായികത്തുകളെ, ഞാൻ ലോകത്തേക്ക്, ഭൂമിയിലേക്ക് മനുഷ്യ വിഭാഗത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? പ്ലീസ് ഗിവ് മീ യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു തരണം എന്ന് അല്ലാഹു മലായികത്തുകളോട് ഡിസ്കഷൻ നടത്തിയപ്പോൾ എന്താണ് പറഞ്ഞത് മലായികത്തുകൾ? ഈ പറയുന്ന ആയത്തിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ ഖലീഫയാകുന്നു നമ്മളെല്ലാവരും. ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. അള്ളാഹുവിന്റെ ഖലീഫയായി ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമ്മൾ, അള്ളാഹുവിന്റെ പ്രതിനിധികളായി ലോകത്ത് ജീവിക്കുന്ന നമ്മൾ, ഒരു കഴിവുമില്ലാതെ, ഒരു സാധ്യതകളുമില്ലാതെ, ഒരു സിദ്ധിയുമില്ലാതെ വെറുതെ നേരം വെളുത്താൽ എഴുന്നേൽക്കുകയും രാത്രിയായാൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടവരാണോ നമ്മൾ എന്നുള്ള ചിന്തയും ബോധവും ബോധ്യവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഒരുപാട് കഴിവുകളെ കാണാം. ആ കഴിവുകളെയാണ് സർഗസിദ്ധി എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും ജീനിയസ് ആയിട്ടാണ് ലോകത്ത് ജനിച്ചു വീഴുന്നത്. എല്ലാ മനുഷ്യരും സർഗസിദ്ധിയുടെ അക്ഷയ കനിയുമായി, അക്ഷയ കനി പേറിക്കൊണ്ടാണ് ലോകത്തുള്ള എല്ലാവരും ജീവിക്കുന്നതും വളരുന്നതും. എന്നാൽ ഈ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള വേദികൾ അത്യാവശ്യമാണ്. കഴിവുകളെ പ്രകടിപ്പിക്കാത്ത കാലത്തോളം, കഴിവുകളെ ചെത്തിക്കൂർപ്പിക്കാത്ത കാലത്തോളം ആ കഴിവുകളെ കഴിവായി നമുക്ക് സ്വയം ബോധ്യപ്പെടാതിരിക്കുകയും ആ കഴിവ് കൊണ്ട് സമൂഹത്തിന് യാതൊരു ഫലവും ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോവേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കഴിവുകളെ പ്രകടിപ്പിക്കാനും കഴിവുകളെ കണ്ടെത്താനുമുള്ള
അസുലഭാവസരമാണ് ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന ഇത്തരം കലാമേളകൾ. SKSSFന്റെ സർഗലയവും ഇതിന് സമാനമായ സംവിധാനം തന്നെയാണ്. ഓരോ വർഷം ഇടവിട്ടുകൊണ്ട് ഒരു വർഷം ജമിയത്തുൽ മുഅല്ലിമീൻ കലാമേള നടത്തുന്നു, അടുത്ത വർഷം SKSF സർഗലയം നടത്തുന്നു. ഇതിന്റെയൊക്കെ പർപ്പസ്, ഇതിന്റെയൊക്കെ ലക്ഷ്യമൊന്നാണ്, നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാനും ആ കഴിവുകളെ കൃത്യമായി ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിലായി സമർപ്പിക്കാനും സാധിക്കുന്ന കഴിവുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കണം എന്ന ദൗത്യം തന്നെയാണ്. നമുക്കറിയാമല്ലോ, ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണം പറഞ്ഞുവല്ലോ. അതേപോലെ തന്നെ സുഹൈർ എന്ന് പറയുന്ന പ്രമുഖനായ സഹാബി, കഅബ് ബിൻ സുഹൈർ എന്ന് പറയുന്ന പ്രമുഖനായ സഹാബി ഉണ്ടായിരുന്നു. കഅബ് ബിൻ സുഹൈർ കവിത ചൊല്ലിയപ്പോൾ ആ കവിതയെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, പ്രവാചകന്റെ കഴുത്തിലണിയാറുള്ള ഷാൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഷോൾഡറിൽ പുതക്കാറുണ്ടായിരുന്ന ഷാൾ അഴിച്ചുകൊണ്ട് കഅബ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. കവിതകളെയും കഥകളെയും സാഹിത്യങ്ങളെയും കലകളെയും നന്നായി പ്രോത്സാഹിപ്പിച്ചു ദീനുൽ ഇസ്ലാം. പക്ഷെ ആ കലകളെ തനത് അർത്ഥത്തിൽ മനുഷ്യന്റെ കഴിവിനെ വികസിപ്പിക്കാനും ആ കഴിവിലൂടെ ദീനിന്റെ ദഅവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മുഴുകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരം കലാമേളകളും സംവിധാനങ്ങളും സാഹിത്യ സംരംഭങ്ങളും ഇതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജിഹാദിന്റെ മാർഗത്തിലായി, ത്വാഅത്തിന്റെ മാർഗത്തിലായി, സംസ്കരണ പ്രവർത്തനത്തിന്റെ മാർഗത്തിലായി മുന്നേറാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്, സാധിക്കുകയും ചെയ്യും. ഒരു കണക്കിന് പറഞ്ഞാൽ പാലക്കോട് പ്രദേശവാസികൾ അള്ളാഹുവിന് 1000 വട്ടം അൽഹംദുലില്ല ചൊല്ലിയാലും മതിയാവാത്ത വലിയൊരു ചരിത്ര ദൗത്യത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ സെലക്ടഡ് ആയ സ്റ്റുഡൻസ്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാവിലാസം തൊളുമ്പുന്ന കൊച്ചുമക്കൾ ഈ നാട്ടിലേക്ക് വരികയും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ആ കഴിവുകൾ കാണാൻ, ആ കഴിവുകളെ കേൾക്കാൻ, ആ കഴിവുകളെ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരാകുന്നു. അല്ലാഹുവേ, ഇക്കണേ പടച്ചവനെ, ഇത്തരമൊരു വലിയൊരു സംരംഭം ഏറ്റെടുത്ത ഈ നാട്ടുകാർ നീ കബൂലാക്കണേ പടച്ചവനെ. ഈ സംരംഭം ഏറ്റെടുത്ത കാരണത്താൽ അല്ലാഹുവേ, ഈ നാട്ടിന്റെ ഏതെങ്കിലും വീടുകളിൽ നീ എന്തെങ്കിലും ബലായിനെയോ മുസീബത്തിനെയോ നേരത്തെ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടത്തുന്ന കാരണത്താൽ ഈ മഹത്തായ കൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജമിയത്തുൽ മുഅല്ലിമീന്റെ മാണിയൂർ ഉസ്താദ് ഉൾപ്പെടെ, സമദ് മുട്ടം ഉൾപ്പെടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശുക്കൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ മുന്നിൽ നിന്നുകൊണ്ട് അബ്ദുള്ള കൊട്ടിലയെ പോലെ, നവാസ് ദാരിമി ഉസ്താദിനെ പോലെ, ബഷീർ പുളിങ്ങോത്തിനെ പോലെയുള്ള കുറച്ചാൾക്കാരെ പേരുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ഊണും ഉറക്കും ഒഴിച്ചുകൊണ്ട് ഇതിന്റെ പിറകിൽ ദിവസങ്ങളായി അവരിങ്ങനെ ഓടുകയാണ്. സ്വന്തം കുടുംബത്തെ മാറ്റിവെച്ച്, സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവർ അണിയണിയായി മുന്നോട്ട് വരുന്നത് ദീനിന്റെ സംസ്കരണ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അത് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സംവിധാനിക്കാനും ചിട്ടപ്പെടുത്താനും നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, ഈ മഹത്തായ ദൗത്യത്തെ നീ കബൂലാക്കണേ പടച്ചവനെ. നിന്റെ പരിശുദ്ധമായ പള്ളിയുടെ സമീപത്ത്, പരിശുദ്ധമായ പള്ളിയുടെ മുറ്റത്ത് കൂറ്റൻ പന്തൽ കെട്ടി ഒരുപാട് പേർ പടച്ചവരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആഫിയത്തിനെ കൊടുക്കണേ പടച്ചവനെ. മരിക്കുന്ന സമയം യാ റബ്ബേ നിന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, നിന്റെ പുണ്യമായ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ എല്ലാവരെയും റമളാനിൽ നീ എത്തിക്കണേ പടച്ചവനെ. റമളാൻ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നീ ബർക്കത്തിനെ കോരിച്ചൊരിഞ്ഞു വരണേ അല്ലാ. ഓരോ വീട്ടിലും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ധന്യമാക്കണേ അല്ലാ. ബർക്കത്തും റഹ്മത്തുമുള്ള സദസ്സാക്കി ഈ സദസ്സിനെ നീ മാറ്റണേ പടച്ചവനെ. മരിക്കുന്ന സമയം നിന്റെ തൗഹീദിന്റെ വാക്യം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വാക്യം സന്തോഷത്തോടുകൂടി ചൊല്ലി മരിക്കാൻ തൗഫീഖ് കിട്ടുന്ന മുത്തഖീങ്ങളിൽ പടച്ചവനെ വരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മുടെ മാതാപിതാക്കളെ നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളെ നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. ഈ നാട്ടിലുള്ള എല്ലാവരെയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വാക്യം ചൊല്ലി മരിക്കാൻ തൗഫീഖ് കിട്ടുന്ന മുത്തഖീങ്ങളിൽ നീ പെടുത്തണേ അല്ലാ. നമ്മുടെ അഹ്ലുകാരെ നീ പെടുത്തണേ അല്ലാ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ നീ സഹായിക്കണേ പടച്ചവനെ. നീ തന്നെ സഹായിക്കണേ അല്ലാ. ഭക്ഷണമായി, മറ്റ് സൗകര്യങ്ങളായി, സംവിധാനങ്ങളായി സഹകരിച്ച ഓരോ സഹകരണത്തെയും നീ കബൂലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ അപരാധങ്ങളും, എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും നീ മാപ്പ് തരണേ പടച്ചവനെ. നമ്മളെ ആരെയും നീ മോശക്കാരാക്കി മാറ്റല്ല അല്ലാ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ
ശാരീരികമായ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, സുജൂദിലേക്ക് പോയാൽ എഴുന്നേൽക്കാൻ പറ്റാത്തവർ, റുക്കൂഴിലേക്ക് പോവാൻ പറ്റാത്തവർ, അല്ലാഹുവേ ആന്തരികാവയവങ്ങൾക്കും ബാഹ്യാവയവങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് പടച്ചവനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാ, എല്ലാറ്റിനും നീ കാമിലായ ശിഫയെ കൊടുക്കണേ പടച്ചവനെ. നാം കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫയെ തരണേ അല്ലാ. നീ ആണല്ലോ ഷാഫി പടച്ചവനെ. മരുന്നുകളിൽ നീ ശിഫ തരണേ അല്ലാ. മരുന്നുകൾ കഴിക്കുന്ന രോഗങ്ങളെ തൊട്ട് നമ്മളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നീ തന്ന ഓരോ അവയവവും മരിക്കുന്നതുവരെ ആഫിയത്തോടെ സൂക്ഷിക്കാനുള്ള സാഹചര്യങ്ങളെ നമുക്ക് നീ തരണേ പടച്ചവനെ. അല്ലാഹുവേ, നമ്മളെ എല്ലാവരെയും നീ ഖൈറിലാക്കണേ അല്ലാ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി ഭാഷണത്തിന് നവാസ് ദാരിമി പടന്നോട്ട് അവർകളെ സാദരം ക്ഷണിക്കുന്നു. മഹത്തായ ഈ വേദിയിൽ നമ്മെ അഭിമുഖീകരിച്ച സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ ഘടകത്തിന്റെ അജയ്യനായ ജനറൽ സെക്രട്ടറി ബഷീർ അസ്അദി, അജയ്യനായ പ്രസിഡന്റ് ബഷീർ അസ്അദി മാസ്റ്റർ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാന ആദരം നിറഞ്ഞ നേതാക്കന്മാരെ, ഉസ്താദുമാരെ, നല്ലവരായ നാട്ടുകാരെ, നേരത്തെ എല്ലാ പ്രഭാഷകരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിന് അഭിമാനമായി കണ്ണൂർ ജില്ലയിലെ മുക്കുമൂലയിൽ ഇന്ന് പാലക്കോട് ചർച്ചാ വിഷയമാണ്. ഈ വിഷയം ഇവിടെ കമ്മിറ്റി ഭാരവാഹികളുടെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ തന്നെ ആവേശപൂർവ്വം ഏറ്റെടുത്ത് ഇതിനെ ജനകീയമാക്കിയ കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, വിശിഷ്യ SKSSF-ന്റെ വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അല്ലാഹു തആല എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഉസ്താദുമാരും നമ്മുടെ ഈ നാട്ടിന് വേണ്ടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്നും പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗം അധ്യക്ഷത വഹിച്ച ബഹുമാന്യനായ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് മാണിയൻ അബ്ദുറഹ്മാൻ ഫൈസി, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖന PKP ഉസ്താദ്, ഇവിടെ പ്രഭാഷണം നടത്തിയ എല്ലാ പ്രാസംഗികന്മാരും, പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവരുടെയും അഭാവത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഉദ്ഘാടന സെഷൻ സമാപിക്കുന്നു. അടുത്തതായി ഇവിടെ ബുർദ മജ്ലിസാണ്. അതിനുവേണ്ടി ഈ വേദി ഒഴിഞ്ഞുകൊടുക്കുന്നു. ബുർദ മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭക്ഷണ ഹാളിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ബുർദ ആലാപന മത്സരം സൂപ്പർ സീനിയർ വിഭാഗം പ്രൗഢമായ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. വിധികർത്താക്കൾ നിങ്ങൾക്ക് മുന്നിൽ അവരെ പരിചയപ്പെടുത്തുന്നു. വേദിയിൽ ബുർദ ആലാപന മത്സരം അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ചാൻസ് നമ്പർ ടീം തയ്യാറായി നിൽക്കുക. ശ്രദ്ധിക്കുക. ബുർദ ആലാപന മത്സരത്തിൽ ഇവിടെ വിധികർത്താക്കളായി വന്നിരിക്കുന്നത് ഒന്ന് അബ്ദുറഹ്മാൻ കൊടുവള്ളി, അധ്യാപകൻ, മാപ്പിള കലകളിൽ ഗവേഷണം നടത്തുന്നു. കേരള സ്റ്റേറ്റ് മാപ്പിള കലാ കോച്ചിംഗ് സെന്റർ കോഴിക്കോട് ഇൻസ്ട്രക്ടറാണ്. കേരള സ്കൂൾ കലോത്സവം, കേരള കലോത്സവം, CBSE യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ തുടങ്ങിയവയിൽ കഴിഞ്ഞ 20 വർഷമായി മാപ്പിളപ്പാട്ട്, ഒപ്പന, ദഫ്മുട്ട്, അറബന, കോൽക്കളി, വട്ടപ്പാട്ട് എന്നിവയിൽ സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ വിധികർത്താക്കളായി പരിചയമുണ്ട്. കോഴിക്കോട് തനിമ കലാവേദി മാപ്പിളപ്പാട്ട് രചനയിൽ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ സോഷ്യോ മ്യൂസിക്കൽ ക്ലബ് അംഗമായി പ്രവർത്തിക്കുന്നു. ആനുകാലികങ്ങളിൽ മാപ്പിള കലയുമായി ബന്ധപ്പെട്ട് പ്രബന്ധവും പ്രഭാഷണവും രചനയും നടത്താറുണ്ട്. സർഗലയം, ഇസ്ലാമിക കലാമേളകൾ തുടങ്ങിയവയിൽ വിധികർത്താക്കളായി പരിചയമുണ്ട്. അബ്ദുറഹ്മാൻ കൊടുവള്ളി. മറ്റൊരു വിധികർത്താവ് PC മുജീബുർ റഹ്മാൻ മാസ്റ്റർ, MA അറബിക്.
ഇനി പ്രവാചക പ്രകീർത്തനത്തിലേക്ക് ഇമാം ബൂസൂരി റഹിമഹുല്ലാഹു തആലയുടെ ഖസീദത്തുൽ ബുർദാ വ്യത്യസ്ത ഈണങ്ങളിൽ സംഘമായി ചേർന്ന് മനോഹരമായ രീതിയിൽ ഈ വേദിയിൽ അവതരിക്കുകയാണ്. പ്രവാചക പ്രകീർത്തനങ്ങൾ